താങ്ക് യു. എന്നെയും പാർവതിയെയും വയനാട് സാഹിത്യോത്സവത്തിൽ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. എൻ്റെ മലയാളം ചിലപ്പം പാർവതിയുടെ പോലെ നല്ലതല്ലായിരിക്കും. ഞാനൊരു ഡൽഹി മലയാളിയാണ്. അതുകൊണ്ട് ഞാൻ വല്ലതും പൊട്ട മലയാളം പറഞ്ഞാൽ എന്നെ അതിന് ക്ഷമിച്ചേക്കണം. പാർവതി അവൾ ചരിത്രം എഴുതുകയാണ്. ഇത് ലിറ്ററലായിട്ടും എടുക്കാം, ഫിഗറേറ്റീവായിട്ടും എടുക്കാം. ഇപ്പോൾ WCC വഴി ഫിഗറേറ്റീവായിട്ടാണ് നിങ്ങൾ എല്ലാവരും ചരിത്രം എഴുതുന്നത്. പക്ഷെ ലിറ്ററലി ഓൾസോ പ്രൊഡ്യൂസേഴ്സായിട്ട് ആസ് ആക്ടേഴ്സ്, സം ഓഫ് യു ആർ റൈറ്റേഴ്സ്, നിങ്ങൾ ചരിത്രം എഴുതുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൻ്റെ അർത്ഥം, പാർവതിയുടെ മനസ്സിൽ ഇതിൻ്റെ അർത്ഥം എന്നാണ്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ WLFനോട് നന്ദി പറയുന്നു. എനിക്ക് കഴിഞ്ഞ കൊല്ലം വരാൻ പറ്റിയില്ല. ആൻഡ് ഏറ്റവും കൂടുതൽ റെസിലിയൻസ് എന്താണെന്ന് ഈ വർഷം നമ്മൾ കണ്ടതാണ്. സോ അങ്ങനെ നിങ്ങളുടെ മണ്ണിൽ വരാൻ സാധിക്കുന്നതും നമ്മളുടെ കഥകളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നതിലും വലിയ സന്തോഷമുണ്ട്. ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ആദ്യത്തെ ഒരു 3-4 വർഷത്തിനുള്ളിൽ ഞാൻ ഒരുപാട് കേൾക്കുമായിരുന്നു, ഇപ്പോൾ ഒരു 10 വർഷത്തിനുള്ളിൽ മാക്സിമം സിനിമകൾ ചെയ്തോളൂ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, പിന്നെ ആൻറ്റി, അനിയത്തി, അമ്മമാർ എന്നുള്ള റോൾസിലേക്ക് ചുരുങ്ങും, അപ്പോൾ മാക്സിമം യൂസ് ചെയ്തോളൂ എന്ന് പറയും. അത് കേട്ടില്ലെന്ന് വെച്ചു. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കാൻ തുടങ്ങി, പലവരും സ്ത്രീകൾ അഭിനേത്രികൾ ഒരുപാട് നല്ല നല്ല സിനിമകൾ ചെയ്ത് അതിന് നല്ല മാർക്കറ്റ് വാല്യൂ കൂടി അവർ നല്ല സൂപ്പർ ഹിറ്റായി കഴിഞ്ഞ് പിന്നെ അവരെ കാണില്ല, പിന്നെ ദേ ഹാവ് ഗോൺ മിസ്സിങ്. അപ്പോൾ നമ്മൾ പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒന്നെങ്കിൽ അവർ കല്യാണം കഴിഞ്ഞ് പോയതായിരിക്കും, അല്ലെങ്കിൽ അവർ ദേ സ്റ്റോപ്ഡ് ആക്ടിങ് ആൻഡ് ദേ ലെഫ്റ്റ്. പോകെ എനിക്ക് മനസ്സിലായത് അതും ഒരു വേ ഓഫ് ഒപ്രഷൻ ആണ്. ആഫ്റ്റർ എ വൈൽ നമ്മളുടെ ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റണ്ട് ദ ഗ്രോത്ത്. സോ ദെൻ യു ക്യാൻ കീപ് പീപ്പിൾ വിത്തിൻ, നമുക്കൊന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസിൽ വെക്കാൻ പറ്റും. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഒരു അണ്ടർ ദ മെയിൻ ലെയർ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെപ്പറ്റിയൊന്നും അത്രയും ഒരു പഠനമൊന്നും നടന്നിട്ടില്ല. ഇപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്നെ ചോദിച്ച ചോദ്യത്തിൽ ഇതിനെന്താ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഇവിടെ നിലനിൽക്കുക എന്നുള്ള ഒരേ ഒരു ആക്ഷൻ ഇസ് ഇന്നഫ് ടു സേ ദാറ്റ്സ് മേക്കിംഗ് ഹിസ്റ്ററി. ഞാനിപ്പം സിനിമയിൽ വന്നിട്ട് 18 വർഷത്തിൽ കൂടുതലാകുന്നു. എന്നോട് ആദ്യം വന്നപ്പോൾ 10 വർഷത്തിനുള്ളിൽ മാക്സിമം ചെയ്തോ എന്ന് പറഞ്ഞ ആൾക്കാർക്കുള്ള ഉത്തരവും കൂടെയാണ് ഞാൻ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത്. സക്സസ്ഫുൾ ആണോ, സിനിമ ഓടുന്നുണ്ടോ, എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടോ, അങ്ങനെയല്ല. ഒരു അഭിനേത്രി എന്ന നിലയിൽ ഞാൻ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരേ ഒരു ചെയ്തിയിലൂടെയാണ് ഞാൻ ആ ചരിത്രം സൃഷ്ടിക്കാൻ ആദ്യമായിട്ട് ഞാൻ ശ്രമിച്ചത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് WCCൻ്റെ ഉത്ഭവനവും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതിനോട് യോജിച്ചുള്ള വേറെ തരത്തിലുള്ള ചരിത്രം സൃഷ്ടിക്കൽ നടക്കുന്നത്. അതും ഒരു തീരുമാനമായിട്ട് തുടങ്ങിയതല്ല, ചെയ്യേണ്ടി വരികയാണ്. ഒരു സ്ഥലത്ത് ഡിഗ്നിറ്റി ഇല്ലാത്തൊരിടത്ത് ജോലി ചെയ്യാനോ നിലനിൽക്കാനോ താല്പര്യമില്ലാത്തൊരു കൂട്ടം വനിതകൾ വന്നിട്ട് നമ്മളുടെ കൂടെ ഇടമാണല്ലോ ഇത്, അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചേർന്നത് മാറ്റിക്കൂടാ എന്നൊരു തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം WCCക്ക് മുമ്പും WCCക്ക് പിന്നീടും നിന്ന് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് കേട്ടു. ആക്ച്വലി 2017 ഫെബ്രുവരിക്ക് മുമ്പും പിന്നീടുമാണ്. അതിജീവിതയുടെ ഒരേ ഒരു തീരുമാനത്തിന് ശേഷമാണ് എല്ലാവരുടെ ജീവിതവും മാറിയത് ഇൻഡസ്ട്രിയിൽ. സോ അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ചരിത്രം എഴുതൽ തുടങ്ങിയതെന്ന് തോന്നുന്നു. ഞാൻ കൊച്ചിലെ കേരളത്തിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ബന്ധുക്കാരോട് ചോദിക്കുമായിരുന്നു, ഇതെന്താണ്, ഞാൻ മലയാളം പടം കാണുമ്പം 10, 20, 40 പടത്തിൽ ഒരേ ഹീറോ കാണും, പക്ഷേ എല്ലാ 2, 3, 4 പടം കഴിഞ്ഞിട്ട് വേറെ പുതിയ ഹെറോയിൻ. അപ്പോൾ ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളത് പെണ്ണുങ്ങൾ ഫ്രഷായി കാണുന്നതാണ് നല്ലത്. കൊച്ചിലെ ഐ ഡിഡ്ന്റ് ഹാവ് ദ വൊക്കാബുലറി ഫോർ ഇറ്റ്. പക്ഷേ ഒരു സമയത്ത് ഞാൻ ചോദിക്കാൻ തുടങ്ങി, പെണ്ണുങ്ങൾ ഫ്രഷ് ആയിരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാ, പെണ്ണുങ്ങൾ പച്ചക്കറിയാണോ? അപ്പോൾ അവർക്ക് അതിൻ്റെ ഉത്തരം ഇല്ലായിരുന്നു. പക്ഷേ ആ സോഷ്യൽ ആറ്റിറ്റ്യൂഡ് കുറച്ചെങ്കിലും മാറിയിട്ടുണ്ടോ? ഒരുപാട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കാലം മാറിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയ അങ്ങനെ ഒരുപാട് എക്സ്പോഷർ കൂടിയത് കൊണ്ടും തന്നെ. പിന്നെ ഇത്തരം ചർച്ചകൾ വളരെയധികം കോമൺ ആയി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോഴേ നമ്മൾ തുടക്കത്തിലൊന്നും ആ ചിന്തയിൽ മാറ്റം വരില്ലായിരിക്കും. ഇറ്റ് മൈ ടേക്ക് റെപ്പിറ്റീഷൻ ഫോർ ലൈക്ക് 18 ടൈംസ് ഫോർ യു ടു സ്റ്റാർട്ട് തിങ്കിങ് അതെന്താ അങ്ങനെയെന്ന്.
ഓരോരുത്തരുടെയും ബേസിക് ഗ്രോത്ത് ലെവൽ അക്കോർഡിംഗ് ടു ദെയർ അവരുടെ കണ്ടീഷനിങ്ങിനനുസരിച്ചല്ലേ കാര്യങ്ങൾ മാറ്റേണ്ടത്. പക്ഷേ ഈ ഫ്രഷ് എന്നുള്ളൊരു നോഷനും കൂടെ അതും വളരെ പേട്രിയാർക്കലായിട്ടുള്ളൊരു തോട്ടാണല്ലോ. അതായത് ഫ്രഷ് ആർക്ക് വേണ്ടിയിട്ടാണ് ഫ്രഷ് ആവേണ്ടതെന്നുള്ളതാണ്. എനിക്ക് വേണ്ടി ഞാൻ ഐ എം ഓൾവേസ് ഫ്രഷ്. പക്ഷേ കാഴ്ചയ്ക്കൊരു രസം തോന്നണമെങ്കിൽ കുറച്ചൊന്ന് മാറ്റി പിടിക്കാം എന്നുള്ള ഒരു സംഭവം. അതും എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത് ഉണ്ടാവുന്നത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കേരളത്തിൽ അങ്ങനെയാണോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കേരളത്തിൽ അങ്ങനെയാണോ എന്നുള്ള ചോദ്യത്തിനോട് ഇപ്പോൾ എനിക്ക് തന്നെ ഒരു അഭിമാനം ഉണ്ടല്ലോ. ഞാൻ കേരളത്തിൽ നിന്നാണെന്നുള്ളതിൻ്റെ അഭിമാനം ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നതാണ്. ഇപ്പോഴും WCCൻ്റെ കാര്യം ചോദിക്കുമ്പോൾ എല്ലാവരും പറയും എന്തിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തെല്ലാവരും അറിയുമ്പോൾ നമ്മുടെ കേരളത്തിനല്ലേ ഒരു അപമാനം. ഞാൻ പറഞ്ഞു അല്ല, അഭിമാനമല്ലേ കൊള്ളേണ്ടത്. പ്രശ്നമുണ്ടെന്ന് അംഗീകരിച്ച് അതിൽ മാറ്റം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് നമ്മളാണ്, ബാക്കിയുള്ളവരത് ചെയ്യുന്നില്ല. സോ അങ്ങനെ ആലോചിക്കുമ്പം ഒരു ശബ്ദവും കേൾക്കാത്ത മറ്റുള്ള ഇടങ്ങളിൽ എന്തൊക്കെ നടക്കുന്നുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കും. സോ അവിടെയാണ് എനിക്ക് ഇവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടെന്ന് തോന്നുന്നത്. ഇസ് ദാറ്റ് നമ്മൾ എന്ത് പറഞ്ഞാലും എത്ര മിണ്ടാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മിണ്ടാതിരിക്കില്ല. അതാണ് നമ്മളുടെ ഗ്രോത്തിനൊരു വളമായിട്ട് എപ്പോഴും നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ജനിച്ച് വളർന്നത് ഡൽഹിയിലാണ്. ആൻഡ് ഐ ഓൾവേസ് ഫീൽ വെരി പ്രൗഡ് ഓഫ് ബീങ് എ മലയാളി ഇൻ ഡൽഹി ബിക്കോസ് എവറിബഡി തിങ്ക്സ് വെരി ഹൈലി ഓഫ് കേരള. ഓക്കെ, ദാറ്റ്സ് എ പെർഫെക്റ്റ് പ്ലേസ്. അപ്പം ഞാൻ എല്ലാവരോടും പറയും പെർഫെക്റ്റ് അല്ല. ദർ ആർ മെനി ബ്യൂട്ടിഫുൾ തിങ്സ് അബൌട്ട് ഇറ്റ്, പക്ഷേ പെർഫെക്റ്റ് അല്ല. പക്ഷേ ഈ സമയത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി അയ്യോ കേരളത്തിൽ പോലും ഇങ്ങനെ നടക്കുമോ. അപ്പം ഞാൻ അവരോട് എപ്പോഴും പറയുന്നത് ബി പ്രൗഡ്. കേരളത്തിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. കാരണം കേരളത്തിലെ സ്ത്രീകൾ WCC ഫോം ചെയ്തു, വേറെ ആരും അങ്ങനെ ഫോം ചെയ്തില്ല. ആൻഡ് മലയാളി സമൂഹം ആ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തു, മീഡിയ സപ്പോർട്ട് ചെയ്തു, വേറെ എങ്ങും ഞങ്ങളത് കണ്ടിട്ടില്ല. സോ ഈ കോൺട്രഡിക്ഷൻ പക്ഷേ എങ്ങനെയാണ് ഞങ്ങൾ പുറത്തെ ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ ഇത് കോൺട്രഡിക്ഷൻ അല്ല എന്നാണ് എൻ്റെ ഒരു വാദം. ഇതാണ് ആക്ച്വലി ഒരു ഗ്രോത്തിന് ഉണ്ടാവുന്നത്. വെൻ ദർ ഇസ് റെസിസ്റ്റൻസ്, ഒരു സ്റ്റേറ്റസ് കോനെ റെസിസ്റ്റ് ചെയ്യുമ്പം ദർ വിൽ ബി ഒരു പുഷ് ആൻഡ് പുൾ ഉണ്ടാവും. അതിലാര് ജയിക്കുന്നു എന്നുള്ളതാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് കൈൻഡ് ഓഫ് എ തിങ്. ഈ നമ്മൾ സൃഷ്ടിച്ച ഈ റെസിസ്റ്റൻസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള പുഷ് ഒരു പക്ഷേ സമൂഹം കാണിച്ചിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ബൈ ദ വേ യു സെഡ് മീഡിയ സപ്പോർട്ട് ചെയ്തു എന്ന്. മീഡിയ ഫസ്റ്റ് 4 years were the most scathing experience for us. അതായത് ആ ഒരു പ്രസ് കോൺഫറൻസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പറ്റുന്ന ആൾക്കാർക്ക് എത്ര തെറപ്പി എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമുക്കേ അറിയുള്ളൂ. കാര്യം അത്രയും നമ്മളെ വളരെ ഓപ്പണായിട്ട് സ്ലട്ട് ഷെയിം ചെയ്തും അപമാനിച്ചും പോയിക്കൊണ്ടിരുന്ന മീഡിയ ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നതും പിന്നെയും ഓക്കെ ബ്ലിങ്കേഴ്സ് ഓൺ, ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, നമുക്കിത് ചോദിക്കണം, ഗവൺമെൻറ്റിനോട് ഇത് ചോദിക്കാനുണ്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ഇത് സംസാരിക്കണം. ഇതൊന്നും പഠിച്ചിട്ടല്ല ഞാൻ വന്നത് ഇൻഡസ്ട്രിയിൽ. ഇതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് വിശ്വസിച്ചിട്ടുമല്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ആക്ട് ആൻഡ് ഗോ ബാക്ക് ഹോം. സോ ഒരു പുതിയ തരം ഒരു എഡ്യൂക്കേഷൻ തന്നെ ആയിരുന്നു. കാര്യം വേറെ ആരെങ്കിലും വരും നമ്മളെ സഹായിക്കാൻ, വേറെ ആരെങ്കിലും അതെന്താ നമ്മൾ പാവങ്ങളല്ലേ, നമുക്കിത് വേണ്ട, ആരെങ്കിലും ഇതൊന്നും ചെയ്തു തരുമോ എന്നുള്ളൊരു സ്പേസേ അല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കാര്യം സ്വയം ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരികയാണ്. ബട്ട് ദിസ് ഇസ് നോട്ട് എ കോൺട്രഡിക്ഷൻ. ബിക്കോസ് ഈ 7 വർഷത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പം നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയായിരുന്നു അല്ലേ എന്ന് വയ്ക്കുന്ന ശരിവെക്കലിൽ തന്നെ നമുക്കൊരു ദീർഘനിശ്വാസമാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതൊരു സങ്കടവും വിഷമവും കലർന്നിട്ടുള്ള സന്തോഷം തന്നെയാണ്. കാര്യം ഇത്രയും കാലം എടുക്കേണ്ടി വന്നു നമ്മളോട് ചെയ്തു വരുന്ന അനീതിയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മളിന്ന് വിശ്വസിച്ചു ഫുള്ളെന്ന് ഇപ്പോഴും പറയുന്നില്ല, പക്ഷെ വിശ്വസിച്ച് തുടങ്ങാൻ 18 വർഷമായിട്ട് ഞാനിപ്പോൾ ഇൻഡസ്ട്രിയിലുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വളരെ സന്തോഷവതിയാണ്. ഞാൻ ചെയ്തിട്ടുള്ള സിനിമകൾ, ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ, ഞാൻ കൂടെ അഭിനയിച്ചതും വർക്ക് ചെയ്തിട്ടുള്ള പല ആൾക്കാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. പക്ഷേ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടിയിരുന്നില്ല ഇത്രയും പക്വതയോ ബുദ്ധിയോ ഒക്കെ വരാനോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ. ഐ ഡിഡ്ന്റ് ഡിസേർവ് ഇറ്റ് ആസ് എ ഹ്യൂമൻ ബീങ് ടു ബി അറ്റാക്ഡ് ആൻഡ് അബ്യൂസ്ഡ് ആൻഡ് കോൾഡ് നെയിംസ്, അതൊന്നും. അപ്പം ആ ഒരു ഡീസൻസിയിലേക്കുള്ളൊരു തിരിച്ചുവരവാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ജെൻഡറിനെ ഹ്യൂമനൈസ് ചെയ്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളെ വ്യക്തിയായി കാണൂ എന്നുള്ളതിൻ്റെ ഒരു അപേക്ഷാപത്രവും കൂടിയാണ് ഈ മൂവ്മെൻറ്റ്. ഞാൻ പറഞ്ഞത് മലയാളി സമൂഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വേറെ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഏത് ഇഷ്യൂവിനെ കുറിച്ച് വല്ലതും എഴുതിയാൽ ഉടനെ 1-2 മലയാളികൾ എൻ്റെ സോഷ്യൽ മീഡിയ വന്ന് പറയും പാർവതി തിരുവോത്ത് എന്താണ് ഇതിനെക്കുറിച്ച് ഒന്നും പറയാഞ്ഞത്.
മഞ്ജു വാര്യർ എന്താ ഒന്നും പറയാഞ്ഞത്, WCC-കാർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയോ, എന്താണ് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്? ഒരു പ്രാവശ്യം ഞാൻ തിരിച്ച് എഴുതി, അവരെന്നാ 24-hour ഡ്യൂട്ടിയിലാണോ? പക്ഷെ ഇത് കേരളത്തിലെ കാര്യം മാത്രമല്ല, ലോകത്തിൽ എവിടെ നോക്കിയാലും ആക്ടിവിസം ചെയ്യുന്ന ആളുകളെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യും. ആക്ടിവിസ്റ്റ് മാത്രമല്ല, സാധാരണക്കാർ. If you speak up, then people will ask, why don't you speak up about everything? Is it exhausting? And how do you deal with the exhaustion? എക്സോസ്റ്റിംഗ് ആയിരുന്നു തുടക്കത്തിലൊക്കെ. എന്താ ഇങ്ങനെ ചെയ്യുന്നത്, എന്താ ഇത്രയും ഇങ്ങനെ അവർ ചോദിക്കുന്നതെന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നി ഈ 7 വർഷത്തിൻ്റെ ദൈർഘ്യം 7 വർഷത്തിൻ്റെ ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു ലൈഫ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ നമുക്കൊരു ഇരുത്തം വരുമല്ലോ. അതായത് ഒന്നെങ്കിൽ നമ്മൾ ഈ ഒരു ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ പോവും ഇവിടുന്ന്. സോ നൗ ഐ എം റിയലൈസിങ് ഞാനിപ്പോഴും ഇവിടെ ഉണ്ട്. സോ മേ ബി ദാറ്റ് മീൻസ് എനിക്ക് കുറച്ചും കൂടെ സമാധാനത്തോടെ ഒരാളിനോട് ചോദ്യം ചോദിക്കുമ്പോൾ അവർ എന്ത് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് എന്നത് ചോദിക്കുന്നത് എന്നുള്ളതിൻ്റെ പേഷ്യൻസ് എനിക്ക് കുറച്ചും കൂടെ വന്നിട്ടുണ്ട്. ഇത് എക്സോസ്റ്റിംഗ് ആണ്, പക്ഷേ അതും ഒരു കൾച്ചറാണ് ക്രിയേറ്റഡ് അഗെൻസ്റ്റ് വിമൻ ഹു സ്പീക്ക് അപ്പ്. ഇപ്പം അടുത്തിടെ ഞാനൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയോട്, എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നോടിപ്പോൾ ചോദിക്കപ്പെടുന്നൊരു ചോദ്യമാണ്, ബ്രേവ്, ഹൗ ആർ യു സോ ബ്രേവ്, ഇത്രയും ധൈര്യം എങ്ങനെയാണ് പാർവതിക്ക് എന്നുള്ളത്. ആക്ച്വലി എനിക്കൊരു ധൈര്യവുമില്ല. ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ജീവിതം ജീവിക്കണമെങ്കിൽ ഇത് ചെയ്യേണ്ടി വരികയാണ്. നമുക്ക് ഒപ്രസ്ഡായിട്ട് ജീവിക്കാൻ എന്തായാലും താല്പര്യമില്ല. അപ്പം ആ ഒരു ധൈര്യം സംവരിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുക, കേൾക്കേണ്ട പോഡ്കാസ്റ്റും ആൾക്കാരുടെ ഇൻ്റർവ്യൂസും കേൾക്കുക, പുസ്തകങ്ങൾ വായിക്കുക. ബ്രേവ് എന്ന് പറഞ്ഞുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഒരു കോപ്പ് ഔട്ടും കൂടെയാണ്. അതായത് ഇപ്പോൾ എന്നോടൊരാൾ വന്ന് പറയാം, കൂടുതലും സ്ത്രീകൾ വന്ന് ചോദിക്കാറുണ്ട്, പക്ഷേ പുരുഷന്മാർ വന്ന് ചോദിക്കും, പാർവതി ചെയ്യുന്ന നല്ല കാര്യമാണ്, അങ്ങ് മുമ്പോട്ട് പോകൂ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് നമ്മളെല്ലാവരുമാണ്, അത് എൻ്റെ മേത്ത് ഇടണ്ട. അതൊരു റിഫ്ലക്ഷന് പറ്റാവുന്നൊരു മോമെൻ്റാണ്. ആർ യു ഓൾസോ സപ്പോർട്ടിങ് ദിസ് മൂവ്മെൻറ്റ്? എൻ്റെ ബ്രേവറിക്ക് എനിക്ക് ഒരു ക്രൗണോ അല്ലെങ്കിൽ ഒന്നും വേണ്ട. യു ഓൾസോ ബി ബ്രേവ് വിത്ത് മീ. ബിക്കോസ് മൂവ്മെൻറ്റ് കൊണ്ട് നടത്തുന്ന ആൾക്കാരുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണോ ഇക്വാലിറ്റിയും ഒരു ബെറ്റർ സൊസൈറ്റിയും ആവേണ്ടത് എന്നുള്ളതാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർക്ക് അത് നമ്മളുടെ മേത്തേക്ക് അത് വരുമ്പോൾ മാത്രമേ നമുക്കൊരു പ്രശ്നമായിട്ട് കാണുള്ളൂ. ഇപ്പം എൻ്റെ കാര്യം അത് തന്നെയായിരുന്നല്ലോ. 2017 ഫെബ്രുവരിക്ക് മുമ്പ് ഞാനും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ തന്നെ ഒരു ഇട്ടാവട്ടത്തിലുള്ള ലോകത്ത് എനിക്ക് കിട്ടേണ്ട കോൺട്രാക്റ്റ് കിട്ടുന്നുണ്ടോ, എനിക്ക് കിട്ടുന്ന പൈസ കിട്ടുന്നുണ്ടോ, എന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാതിരിക്കും നോക്കുന്നുണ്ടോ. ഇപ്പം ഞാൻ എന്നെന്നുള്ള പോലെ തന്നെ എൻ്റെ കൈ ഇത്രയും വലുതായിട്ടുണ്ട്. അത് ആ ഒരു ഭയങ്കര ഹംബ്ലിംഗ് ആയിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു. ദാറ്റ് യു കാൺ ജസ്റ്റ് ബി ഇൻവേർഡ് ലൈക്ക് ദിസ്. അപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പം നിങ്ങൾ എന്തുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞില്ല? ബിക്കോസ് ഐ എം ഹ്യൂമൻ. ഐ ഡോണ്ട് ഹാവ് ദ ടൈം, ഐ ഡോണ്ട് ഹാവ് ദി അണ്ടർസ്റ്റാൻഡിങ്. എനിക്കതിനെപ്പറ്റി പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിനൊക്കെയുള്ള അവകാശമുണ്ട്. ഇതൊക്കെ ചെയ്യാൻ ഇപ്പോഴും ഐ റിസർവ് ദ റൈറ്റ് ടു ബി ഓൾസോ ഫ്ലോഡ്. ഐ റിസർവ് ദ റൈറ്റ് ടു മേക്ക് മിസ്റ്റേക്സ്. ഐ റിസർവ് ദ റൈറ്റ് ടു ഡു എവ്രിതിങ് ദാറ്റ് യു ഓൾ ഡു. പക്ഷേ ഐ വിൽ ഡു മൈ ബെസ്റ്റ് നോട്ട് ടു ഡു ദ മിസ്റ്റേക്സ്. ആ ഒരു ഇൻറ്റൻഷൻ സെറ്റിംഗ് ഉണ്ട് എൻ്റെ ഉള്ളിൽ. We are at a literature festival and words matter. And കൊച്ചിലെ ഞാൻ ആദ്യം പഠിച്ച മലയാളം വാക്കുകളിൽ 2 ഉണ്ട്, അഹങ്കാരിയും തന്തിയേടിയും. എൻ്റെ മമ്മീനെ എപ്പോഴും അഹങ്കാരിനും തന്തിയേടിയെന്നും ആളുകൾ വിളിച്ചിട്ടുണ്ട്. ആസ് ഐ ഗ്രൂ ഓൾഡ് എന്നെയും അത് വിളിച്ചിട്ടുണ്ട്. പക്ഷേ വീട്ടിലെ അപ്ബ്രിങ്ങിങ് കാരണം ഐ നെവർ ഫെൽ ബാഡ് അബൌട്ട് ഇറ്റ്. ഞാനതൊരു കോംപ്ലിമെൻ്റായിട്ട് എടുത്തു. ഒരു സമയം വന്ന് ഞാൻ ആളുകളോട് പറയുന്നത്, ഞാൻ അഹങ്കാരിയും തന്റേടിയും മാത്രമല്ല, ഞാൻ കാന്താരിയാണ്, ഞാൻ മരം കയറിയുമാണ്. പക്ഷേ Parvathy, you spoke about influences outside and listening to podcasts and things like that. But tell us though about the influences at home. കോഴിക്കോടാണ് ജനിച്ച് വളർന്നത്. പക്ഷേ അച്ഛനിങ്ങനെ ട്രാൻസ്ഫർ ആയപ്പം ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കേന്ദ്രീയ വിദ്യാലയയിലാണ് സ്കൂളിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കാര്യം ഹിന്ദിയും ഇംഗ്ലീഷും മാത്രം സംസാരിച്ച് ഒരു 17-18 വയസ്സ് വരെ. അപ്പോഴാണ് കിരൺ TV-യിൽ എനിക്ക് ഒരു ജോബ് കിട്ടുന്നത്. കോളേജിൽ രാവിലെ പോകും, വൈകുന്നേരം വന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞ ഷോ ഞാൻ പ്രസൻറ്റ് ചെയ്യും.
ആദ്യത്തെ ഇൻ്റർവ്യൂ നമ്മുടെ ചിത്ര ചേച്ചീനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ. എനിക്ക് ലൈവ് ടി വിയിൽ സംഗീത സംവിധായകൻ എന്ന് പറയാൻ പറ്റുന്നില്ല, ലൈവാണ്. എന്നിട്ട് ചേച്ചി എൻ്റെ കൈ പിടിച്ചിട്ട് സംഗീത സംവിധായകൻ എന്ന് പറഞ്ഞു തന്ന് ഭയങ്കര എംബാരസിങ് ബിഗിനിങ് ടു മൈ കരിയർ അറ്റ് ദ ടൈം. എനിക്ക് അച്ഛനും അമ്മയും, നമ്മളൊരു ന്യൂക്ലിയർ കുടുംബം, കോഴിക്കോടാണ് വീടെങ്കിൽ നമ്മൾ ഒരുപാട് മൂവ് അറൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്ത് സ്ട്രോക്ക് ഓഫ് ലക്കാണെന്ന് എനിക്കറിയില്ല. മൈ പേരൻസ്, obviously I think a lot of us say our parents are the best parents, some lucky ones do that. അവർക്ക്, എനിക്ക് തോന്നുന്നു അവർക്ക് അറിയില്ല, അവർക്ക് ആ മെമ്മോ കിട്ടിയില്ല എങ്ങനെ പിടിച്ചു വെക്കണം കുട്ടികളെ, എങ്ങനെ ലിമിറ്റ് ചെയ്യണം. അവർക്ക് അവർ ആ ക്ലാസ്സിൽ പോയില്ല എന്ന് തോന്നുന്നു. അവർക്ക് എന്താ, ഞാൻ എന്ത് തരം ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ പേടിച്ചൊക്കെ പോകും. എൻ്റെ ചില ചോദ്യങ്ങൾ കേൾക്കുമ്പം എനിക്കതൊന്നും അറിയില്ല അമ്മണി എന്ന് പറയും. അമ്മണി എന്നാണ് വീട്ടിൽ വിളിക്കുക, എനിക്കതൊന്നും അറിയില്ല അമ്മണി എന്ന് പറയും. പക്ഷെ അതല്ലാതെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ, എങ്ങനെയൊക്കെ എൻ്റെ മനസ്സ് മാറ്റിയില്ല ഇത് ചെയ്യാം അല്ലെങ്കിൽ ആ കോഴ്സ് ചെയ്യാം, അല്ല എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ദേ വർ ലൈക്ക് ഓക്കെ. പക്ഷെ അങ്ങനെയല്ല ഞാൻ കൂടുതലും ഭൂരിപക്ഷം കണ്ടുവന്നിട്ടുള്ള എക്സ്റ്റെൻഡഡ് ഫാമിലി ആയാലും ഫ്രണ്ട്സിൻ്റെ ഫാമിലീസിലൊക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഗോട്ട് വെരി ലക്കി. അതുകൊണ്ട് ഈ ഒരു പിടിച്ചുവെക്കലില്ലാത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് തരം പുസ്തകങ്ങൾ വായിക്കാൻ പറ്റി. ഒരുപാട് പണ്ട് ഇൻ്റർനെറ്റ് കഫേസിലൊക്കെ പോയിട്ട് സ്ട്രീം ചെയ്ത് കാണുന്ന സമയത്താണ് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇൻസൈഡ് ദി ആക്ടേഴ്സ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ജെയിംസ് ലിപ്റ്റൻ്റെ ഒരു സീരീസ് ഉണ്ട്. അതിൽ കേറ്റ് ബ്ലാൻഷെറ്റും ജോഡി ഫോസ്റ്ററൊക്കെ ഈ അഭിനയത്തിനെ പറ്റി സംസാരിക്കും. അവർ അത് വളരെ ആന്ത്രോപോളജിക്കലായിട്ടാണ് സംസാരിക്കുക. അതായത് ഇത് മനുഷ്യന്മാരെ പഠിക്കുന്ന ഒരു കലയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിൽ അത് ആദ്യമായിട്ട് ആ ഒരു ഇത് വന്നത്. സോ എൻ്റെ ഇനീഷ്യൽ ഇൻഫ്ലുവൻസസ് കൂടുതലും നടീനടന്മാർ തന്നെയായിരുന്നു. അതേപോലെ നസുറുദ്ദീൻ ഷാൻ്റെ ഇൻ്റർവ്യൂസൊക്കെ, ഇതൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പാണ്. പക്ഷേ ഒരു വലിയൊരു സംഭവം ഉള്ളത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സും ഇൻഫിനിറ്റ് ജസ്റ്റിസ്, ആൽജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ് ഒക്കെ വായിച്ച സമയത്താണ് ഞാനൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ തന്നെ അരുന്ധതി റോയിനെ കാണുന്നത്. അപ്പം അവരുടെ ഭാഷയും സംസാരിക്കുന്ന രീതിയും ചോദ്യം ചോദിക്കുന്നതിൽ അതിലൊരു വേറെ ഡിബേറ്റ് ഇല്ല. ഓഫ് കോഴ്സ് ചോദ്യം ചോദിക്കും എന്നുള്ള ആ ഒരു നമ്മളുടെ ഉള്ളിലുള്ളൊരു ബോധ്യമുണ്ടല്ലോ, എൻ്റെ ഒരു അവകാശമാണ് ഇത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് എൻ്റെ ഇനീഷ്യൽ ഇൻഫ്ലുവൻസസ് ഇൻ ടേംസ് ഓഫ് ലിറ്ററേച്ചർ. പിന്നെ ആലിസ് വാക്കർ, അതും ഫസ്റ്റ് ഇയർ ഓഫ് കോളേജാണ്. ബൈ ദ ലൈറ്റ് ഓഫ് മൈ ഫാദേഴ്സ് സ്മൈൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. കളർ പേർപ്പിളാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുസ്തകം വാക്കറിൻ്റെ. പക്ഷേ ഈ ബൈ ദ ലൈറ്റ് ഓഫ് മൈ ഫാദേഴ്സ് സ്മൈലിലുള്ളൊരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്. ഒരു സിവിലൈസേഷൻ, ഒരു പെർട്ടിക്കുലർ ട്രൈബിൻ്റെ ഒരു കൾച്ചറൊക്കെ ഉണ്ട്, സ്ത്രീകളെ കാണുന്ന രീതിയും അതിൽ ഒപ്പറേഷനും കാര്യങ്ങളൊക്കെ. അതെന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്ന ആ ഒരു ഇനീഷ്യൽ 16, 17, 18 ഇയേഴ്സിൽ ബിഫോർ ഐ ബിക്കെയിം ആൻ ആക്ടർ, it was like wearing glasses. Like I wore the Arundhati Roy glasses, I wore the Jodie Foster glasses, and then I saw everything through that. അതൊക്കെയാണ് എൻ്റെ ഇനീഷ്യൽ ഇൻഫ്ലുവൻസസ്. മൈ പേരൻസ് അങ്ങനെ ഒരുപാട് വായിക്കുന്ന ശീലമുള്ള ആൾക്കാരായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആയതിനു ശേഷമാണ് അതെനിക്ക് വന്നത്. ചിത്ര ചേച്ചി പാർവതിനെ അന്ന് സഹായിച്ചത് പാർവതി പറഞ്ഞ എനിക്ക് ഇറ്റ് സ്ട്രക്ക് മീ ബിക്കോസ് എവിടെ പോയാലും people tend to say women pull women down. അതല്ല എൻ്റെ അനുഭവം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സപ്പോർട്ടീവ് സ്ത്രീകളെ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, ഫാമിലി, സിസ്റ്റേഴ്സ്. ഐ ഹാഡ് സോ മെനി സപ്പോർട്ടീവ് വിമൻ ഇൻ മൈ ലൈഫ്. ബട്ട് ഐ തിങ്ക് ഈവൻ ദിസ് ലൈൻ ദറ്റ് വിമൻ പുൾ ഡൗൺ വിമൻ ഈസ് ഓൾസോ പ്രോപ്പഗാൻഡ. കാരണം അപ്പം ഞങ്ങൾ ഏത് സ്ത്രീനെ മീറ്റ് ചെയ്യാനും അവരെ ആദ്യം സംശയിക്കും, പിന്നെയാണ് അവരെ അറിയപ്പെടുമ്പം then we start trusting them. Let's talk then about the collective, about women supporting women. And that's how all of നിങ്ങൾ ചരിത്രം എഴുതുന്നത് കേരളത്തിൽ WCC വഴി is because you formed a collective. When did you realize that joining hands was so important? ഇത് 2017 ഫെബ്രുവരി ഞാൻ ബിക്കാനേറിലോ മേ ബി ഋഷികേശിലായിരുന്നു ഷൂട്ടിങ്ങിൽ. റിമ എന്നെ ഫോൺ വിളിച്ചിട്ട് ഈ നടന്ന സംഭവത്തിനെ പറ്റി പറഞ്ഞു. എന്നതൊരു ഷോട്ടിന് തൊട്ട് മുമ്പാണ് പറയുന്നത്. ആ ഷോട്ടിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉറക്കപ്പൊട്ടിച്ചിരിക്കുന്ന ഷോട്ടൊക്കെയാണ്. അതിന് തൊട്ട് മുമ്പാണ്. എനിക്ക് പക്ഷേ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ കേട്ടത് എന്താണെന്നുള്ളത്. അപ്പം ഒരു സെൻസ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഐ തിങ്ക് അത് കഴിഞ്ഞ ഉടനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തു, ഒന്ന് ഷെയർ ചെയ്യാൻ, നമ്മളുടെ ഈ ഒരു ഷോക്ക് അന്യോന്യം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു 16 പേരോളം ഉണ്ടായിരുന്നു അതിനകത്ത്.
പതുക്കെ പതുക്കെ ഓഫ് കോഴ്സ് നമ്മൾ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ പതുക്കെ പതുക്കെ നമ്മൾ അന്യോന്യം സംസാരിച്ച് വരുമ്പം നമുക്കൊക്കെ ഷെയർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒരേ ഇൻഡിവിജ്വലിൻ്റെ അടുത്ത് നിന്ന് നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക? ജീവിതത്തിൽ ഞാൻ അതുവരെ ഒരു സ്ത്രീയിൽ നിന്ന് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആഗ്രഹിച്ചിട്ടോ അതെന്നെ പഠിപ്പിച്ചിട്ടില്ല അത് അങ്ങനെ ആഗ്രഹിക്കാം എന്നുള്ളത്. എൻ്റെ അമ്മയായിട്ട് ഞാൻ വളരെ ക്ലോസ് ആണ്. പക്ഷേ ദിസ് മൈറ്റ് ബി ടു മച്ച് ഇൻഫർമേഷൻ, പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു സേ ദിസ്. സോ എനിക്ക് 19 വയസ്സായിരുന്ന സമയത്ത് എനിക്കൊരു മെഡിക്കൽ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് ടു ഡ്രൈവ് ഹോം ദ പോയിന്റ് ഓഫ് ബിറ്റ്വീൻ വിമൻ ഹൗ മച്ച് ഓഫ് സീക്രസി ഈസ് ദെയർ. സോ ഒരു സാരി ഉടുക്കുന്നു, അപ്പം ബ്ലൗസൊക്കെ ഇട്ടിട്ട് അമ്മ എനിക്ക് പല്ലുമൊക്കെ ഇട്ടിരുന്ന സമയത്ത് ഷീ ഫെൽറ്റ് സംതിങ് ഹിയർ, ഒരു ലംപ് പോലെ. അപ്പം അമ്മ പറഞ്ഞു ഇതെന്താണ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണെന്ന് ഞാൻ വിചാരിച്ചു. ഇതിനകത്ത് ബട്ട് ഇറ്റ്സ് എ ലംപ്, ദർ ഇസ് എ പ്രോബ്ലം അമ്മ പറഞ്ഞു അല്ലല്ല ഇത് ശരിയല്ല, ഇങ്ങനെയൊന്നും എനിക്കൊന്നും ഇല്ല അങ്ങനെ. ഞാൻ പറഞ്ഞു എനിക്കതറിയില്ലല്ലോ, നമ്മുടെ അനാറ്റമിയെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല. പ്യൂബർട്ടി ഹിറ്റ് ചെയ്ത സമയത്ത് ഒന്ന് പറഞ്ഞു തന്നു എന്തൊക്കെ ചെയ്യണം എന്നല്ലാതെ അതിനെപ്പറ്റി നമ്മുടെ ദേഹത്തിനെ പറ്റി ഞാനോ അമ്മയോ സംസാരിക്കുന്നില്ല. അപ്പം നേരെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ഓപ്പറേഷൻ ചെയ്യുന്നു, എല്ലാം കഴിഞ്ഞു. അന്ന് ഹിറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ദേഹത്തിന് എന്ത് സംഭവിക്കുകയാണെങ്കിലും ഓപ്പൺലി ഐ വിൽ ടെൽ അച്ഛൻ ആൻഡ് അമ്മ അബൌട്ട് ഇതാണ് സംഭവിക്കുന്നത്, ഇതിലും വറി ചെയ്യാൻ കാര്യമുണ്ടോയെന്ന്. അതും ഇതും ഞാൻ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മുമ്പിൽ ലെറ്റ്സ് സേ ഒരു കളക്റ്റീവിലൊരു മെമ്പർ പറയുകയാണ് നിനക്ക് ഈ എക്സ്പീരിയൻസ് ഇയാളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, എനിക്കും അത് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഒരുമിച്ചിരുന്ന് കരയണോ, കെട്ടിപ്പിടിക്കണോ, അന്യോന്യം സമാധാനിപ്പിക്കണോ, അതോ എന്താ ചെയ്യണ്ടേ? അറിയില്ല. കാര്യം നമുക്കിത് ആഗ്രഹിക്കാമെന്ന് പോലും അറിയില്ലായിരുന്നു. അതായത് ഈ ഒരു സപ്പോർട്ടോ ഒരു കൂട്ടായ്മയോ. ആൻഡ് ഐ തിങ്ക് അതൊരു വലിയ ലോസാണ് ടു ജസ്റ്റ് ലിവ് എ ലൈഫ് ലൈക്ക് ദാറ്റ്, നോട്ട് നോയിങ് ദാറ്റ് ഇത് പോസിബിളാണ്. സിസ്റ്റർഹുഡ്, ലീവ് ഓൾ ദ വേർഡ്സ്, ജസ്റ്റ് ഒരു ഡീസൻറ്റ് ഹ്യൂമൻ ബീയിങ് ദെയർ ഫോർ യു. ഇസൻ ദാറ്റ് എന്തൊരു നഷ്ടമാണ്. എനിക്ക് ഭയങ്കര നഷ്ടബോധം തോന്നിയായിരുന്നു ആ സമയത്ത് 2017. ഇതാണോ ഞാൻ മിസ് ചെയ്തത് ഇത്രയും കാലം? ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളിലും ആൺകുട്ടികളുടെ കൂട്ടത്തിൽ ഇത് കണ്ടിട്ടുണ്ട്. അവരുടെ ഇടയിലുള്ള അവർക്ക് തുറന്ന് പലതും അന്യോന്യം പറയാമെന്നുള്ളൊരു സംഭവം. ആൻഡ് ദേ എക്സ്പെക്ട് ദാറ്റ് സപ്പോർട്ട് ഓൾസോ. സോ ഐ തിങ്ക് നമുക്ക് കിട്ടിയത് ആ ഒരു വലിയ എഡ്യൂക്കേഷനായിരുന്നു 2017. പക്ഷെ അത് എളുപ്പമായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം തുറന്നെല്ലാം അത് കഴിഞ്ഞാൽ ഫുൾ candy in the sky, happy, we all just got along. No, because patriarchy is also working through us. I can judge a fellow collective member, I can have my doubts about her, പിന്നെ പുറത്തുനിന്ന് പറഞ്ഞുതരും നിങ്ങൾ അന്യോന്യം ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇനി പറയാൻ പറ്റില്ലല്ലോ. സോ അൺടിൽ ദെൻ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നമ്മളെ ഓരോ ഫ്ലോട്ടിംഗ് ഐലൻഡ്സ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പം രാവിലെ എനിക്ക് ഡബ്ബിംഗ് ഉണ്ടെങ്കിൽ റിമയ്ക്ക് വൈകുന്നേരം ഡബ്ബിംഗ് ഉണ്ടെങ്കിൽ ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. കാര്യം ഒരു അവന്യൂ ഉണ്ടാവണമല്ലോ, നമുക്ക് നോട്ട്സ് ഷെയർ ചെയ്യാൻ ഒരു അവന്യൂ ഉണ്ടാവണമല്ലോ. അത് തരില്ല. എനിക്ക് തോന്നുന്നു സിറ്റി ഓഫ് ഗോഡിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ് രാത്രി ഒരു 11-12 മണിയൊക്കെ ആയി ഷൂട്ട് കഴിഞ്ഞ്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം റിമ വന്നു, റിമയുടെ കാറ് വന്നു, റിമ പോയി. പിന്നെയും ഞാൻ 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു, 1 മണിയായി. പക്ഷെ കാർ എനിക്ക് മാത്രം വരുന്നില്ല. അപ്പം എനിക്കൊരു ഓൺ ടൂറാജോ അല്ലെങ്കിൽ കൂട്ടത്തിലൊരു 5 പേരൊന്നും ഇല്ല. അപ്പോൾ അടുത്ത ദിവസം ഞാൻ റിമേനോട് ചോദിച്ചത് റിമ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, പ്രൊഡക്ഷനുമായിട്ട് സംസാരിച്ചിട്ട് എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു അയ്യോ നിങ്ങൾക്ക് കാർ ഉണ്ടായിരുന്നില്ല, വൈ ഡിഡ്ന്റ് യു ജസ്റ്റ് ടെൽ മീ? ദ ഫാക്ട് ദാറ്റ് ആ ലാംഗ്വേജ് പോലും നമുക്ക് ഉണ്ടായിരുന്നില്ല ഫോർ മീ ടു ജസ്റ്റ് മെസ്സേജ് റിമ ആൻഡ് സേ ദ ഡൂഡ് ഞാൻ ഇവിടെ സ്ട്രാൻഡഡ് ആണ്, എന്നെ ഒന്ന് കൊണ്ടുവിടുവോ? അതെന്ത് തരത്തിലുള്ള കണ്ടീഷനിങ്? വളരെ കോമൺ സെൻസിക് അല്ലേ? ഞാനിത് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ്സ് കോമൺ സെൻസ്, യു കുഡ് ഹവ് ജസ്റ്റ് കോൾഡ് റിമ. ബട്ട് ദ ഫാക്ട് ദാറ്റ് ഇൻ മൈ ബ്രെയിൻ ഇറ്റ് ഡിഡ്ന്റ് ഈവൻ കം ആസ് എ പോസിബിലിറ്റി യു ക്യാൻ ഡു ദാറ്റ്. അപ്പം ഞാൻ ഇതൊക്കെ ചെറിയ എക്സാമ്പിളായിട്ട് തോന്നും കേട്ടോ. പക്ഷേ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്, ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്. നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തുന്നി വെച്ചിരിക്കുന്നതാണ്. അത് ഒന്നൊന്നായിട്ട് ഇപ്പോൾ 7 വർഷമായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ചഴിച്ച് വയ്യ. പക്ഷേ ഒരുപാട് ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഈ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, നമ്മളുടെ ഉള്ളിലുള്ള പേട്രിയാർക്കി തന്നെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് ഹാസ് ബീൻ ദ മോസ്റ്റ് എക്സോസ്റ്റിംഗ് തിങ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഒരു പുരുഷനിൽ നിന്ന് എനിക്കൊരു ഡിബേറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം.
പക്ഷെ ഒരു സ്ത്രീയിൽ നിന്ന് ഇപ്പോൾ അത് വരുമ്പം എനിക്ക് ഒരുപാട് കൂടുതൽ അനുകമ്പയുണ്ട്. ഐ എം ലൈക്ക് ഓക്കെ, ഐ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വെയർ യു ആർ കമ്മിങ് ഫ്രം. ബിക്കോസ് വി ആർ ഓൾ വെഹിക്കിൾസ് ഫോർ മിസോജിനി, റൈറ്റ്? വി ആർ ഓൾ സച്ച് വെഹിക്കിൾസ് ഫോർ പേട്രിയാർക്കി. ആൻഡ് നമ്മളത് ഒരു പാരസൈറ്റ് പോലെ നമ്മൾ അനുവദിച്ചിരിക്കുക നമ്മുടെ ദേഹത്ത് അതിന് ജീവിക്കാൻ. അതിങ്ങനെ ഒരച്ചൊരച്ച് തേച്ച് കഴുകി കളയണം. അതിന് ഒരുപാട് സമയമെടുക്കും. പക്ഷേ എനിക്കൊന്ന് കളക്റ്റീവ് 7 വർഷത്തിൽ നമ്മളുടെ പുറത്ത് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനൊക്കെ പലവർക്കും പല ഡേറ്റാസ് എടുത്തിട്ട് പോരായ്മകൾ കാണാം. പക്ഷേ വി ഹാവ് ഇംപ്രൂവ്ഡ് ദ ക്വാളിറ്റി ഓഫ് അവർ ഓൺ ലൈവ്സ് ആൻഡ് ദെയർ ബൈ ഹോപ്പിംഗ് ദാറ്റ് വി ക്യാൻ പാസ് ഇറ്റ് അലോങ്. ഇങ്ങനത്തെ ആലൈഷിപ്സ് ചില ആളുകൾ പറയും സിനിമ കനോട്ട് ഇൻഫ്ലുവൻസ് ദ പബ്ലിക്. പക്ഷേ I genuinely believe that like all our exposures, cinema also influences us. പക്ഷേ ഇങ്ങനത്തെ ഈ allyship we don't get to see much in popular entertainment. Usually it's അമ്മായിയമ്മയും മരുമകളുടെയും ഇടയ്ക്കുള്ള വഴക്ക് etc. So what was most striking about ഉള്ളൊഴുക്ക് was that even within, it's not two perfect women. They are two very flawed women who've wronged each other. എന്നാലും they find an understanding because they realize ultimately they too are the ones that can fall back on each other more than anybody else. And Geo Baby's padam Great Indian Kitchen, everybody talks more about her tension with the husband and all that. To me the most important scene is when she calls her mother-in-law to ask her something and the mother-in-law says idu cheyya പക്ഷേ എന്നോട് ചോദിച്ചെന്ന് പറയല്ലേ. Even within that strained situation within the family, she trusted her mother-in-law, and I felt that was so important. You think it's deliberate that our cinema doesn't show enough of allyship between women, or is it that we are all so socially conditioned to believe that it doesn't occur? ഇതുകൊണ്ട് തന്നെയാണ് വളരെ അനോയിങ് ആയിട്ട് WCC വളരെ പിന്നെയും ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അതിനെ ക്യാരക്ടറൈസ് ചെയ്തത് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇൻ്റർവ്യൂസ് നമ്മളെ മറ്റേ ആ ബസ്സിങ് നോയ്സാണ് നമ്മുടെ തലയ്ക്കുള്ളിൽ. ഓഫ് ചെയ്യാൻ സ്വിച്ച് കാണാൻ പറ്റാത്തൊരു വോയിസ്. ഇറ്റ് വിൽ ജസ്റ്റ് ഗോയിങ്, യു കാൻ സ്വിച്ച് ഇറ്റ് ഓഫ്. സോ വിൽ ബി ദാറ്റ് ഇമ്പാക്റ്റ് ഹോപ്പ്ഫുള്ളി. ഇതിലിപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ. സോ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ടു നോട്ട് ദാറ്റ് വാട്ട് ദ മദർ ഇൻ ലോ സെഡ് ഓൾസോ. ഞാൻ ചോദിച്ചൊന്ന് പറയല്ലേ, എന്തൊക്കെ നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും ഒരു കൂട്ടായ്മയായിട്ട് വന്നു എന്ന്. വാട്ട് ഈസ് ത്രെറ്റനിങ് ദ സൊസൈറ്റി വെൻ ടു വിമൻ ഷെയർ നോട്ട്സ്? നോട്ട് ടു ബി തോട്ട് അബൌട്ട്, റൈറ്റ്? ഫുഡ് ഫോർ തോട്ട്. ബട്ട് കമ്മിങ് ടു ആലൈഷിപ്പ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. പക്ഷെ നമുക്കത് ബ്രെഡ് ക്രംസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും അലൈഷിപ്പ് ഉണ്ടെങ്കിലല്ലേ അത് സിനിമയിൽ കാണിക്കാൻ പറ്റുള്ളൂ. സിനിമയിൽ കാണിക്കണമെങ്കിൽ വി ഹാവ് ടു ആക്ച്വലി ഹാവ് ഇറ്റ് ഫോർ റിയൽ. ഇറ്റ് ഹാസ് ടു ബി ദെയർ. ആൻഡ് നമുക്ക് ബിഹൈൻഡ് ദ ഡോർസ് അലൈഷിപ്പ് വേണ്ട. നമുക്ക് പ്രോമിസസ് ബിഹൈൻഡ്, എന്താ പറയുക, ഞാനൊരു സംഭവം പറഞ്ഞു, എന്നെ ട്രോൾ ചെയ്തു, അറ്റാക്ക് ചെയ്തു, ആൻഡ് ഐ ഹാവ് my male colleagues calling me and saying, Parvathy, okay alle support. I'm like, say it out loud, do something, you know, please. Because ഇവിടെ നമ്മൾ പറയുന്നത് വാല്യൂയിങ് എ വുമൻസ് ലൈഫ് ആസ് എ ഇൻഡിവിജ്വൽസ് ലൈഫ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. എൻ്റെ ലൈഫാണിത്, വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്, റൈറ്റ്? എൻ്റെ 18 വർഷം കഴിഞ്ഞു, ഇനിയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. യു ആർ സേയിങ് ഇറ്റ്സ് ഓക്കെ ഇഫ് യു സഫർ ഫോർ എ ലോങ് ടൈം. യുവർ ലൈഫ് നീഡ് ഇൻ ഗെറ്റ് ബെറ്റർ. At least my life should be comfortable. Allyship means ആ സാക്രിഫൈസ് ചെയ്യാന്നാണ് allyshipൻ്റെ ഇത്. ഇപ്പം ഇതൊരു അഗൈൻ ഇത് എല്ലാവർക്കും അറിയുന്നൊരു എക്സാമ്പിൾ ആയിരിക്കും. ഇപ്പം ഹോളിവുഡിൽ ബെനഡിക്റ്റ് കംബർബാച്ച് എമ്മ സ്റ്റോണിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ റയൻ റെയ്നൾഡ്സ് ലാലാ ലാൻഡ് എന്ന് പറഞ്ഞ ഫിലിം ചെയ്യുന്ന സമയത്ത് പേ പാരിറ്റിക്ക് വേണ്ടി ഒരു കേസ് എടുക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു, എമ്മയ്ക്ക് കൊടുക്കുന്ന അതേ പേയ്മെൻറ്റ് എനിക്ക് തന്നാൽ മതി. I'm sorry? Ryan Gosling, thanks, not Reynolds, Ryan Gosling. I'm saying അത് അവരുടെ way of doing things ആണ് to make sure that okay, we have equal role in the film, both of us have pretty equal market value, I think we should get paid on a similar scale. അതൊക്കെ അവർ പേ പാരിറ്റീനെ പറ്റിയാണ്. പേ പാരിറ്റി തന്നെ ഒരു വലിയൊരു കൺഫ്യൂസിങ് സ്പേസ് ആണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊരു സംഭവം വന്നു, തെളിവുണ്ട്, റിപ്പോർട്ട് പുറത്തേക്ക് വന്നു. എത്ര പേരുണ്ട് ആലൈഷിപ്പ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചത്? മോസ്റ്റ് ഓഫ് ദെം ഹാവ് മെയ്ഡ് ഇറ്റ് ഇൻ ടു അബൌട്ട് ദെംസെൽവ്സ്. ഇറ്റ്സ് ലൈക്ക് നമ്മളെന്തിനാ അറ്റാക്ക് ചെയ്യുന്നത്, നമ്മൾ പാവങ്ങളല്ലേ എന്നാണ് ഞാൻ പറയുന്നത്. വെയിറ്റ്, ഓക്കെ, മേ ബി യു ആർ എ പാവം, പക്ഷെ വാട്ട് അബൌട്ട് ദ ഇഷ്യൂ വി ആർ ടോക്കിംഗ് അബൌട്ട്? സോ ആലൈഷിപ്പിൻ്റെ ഒരു വലിയ ഡേർത്ത് ഉണ്ടാണ് ഇവിടെ. അത് 1, 2, 3 പേര് സംസാരിക്കുമ്പോഴത്തേക്കും വി ആർ ലൈക്ക്, അപ്പം യു ഗോട്ട് ദ സപ്പോർട്ട്. നോ,
ബട്ട് ഐം ലൈക്ക് ഗ്രൗണ്ട് റിയാലിറ്റി ഈസ് സ്റ്റിൽ ദിസ്. കളക്റ്റീവിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും മാത്രമല്ലല്ലോ കളക്റ്റീവ്. ഇസ് അവേഴ്സ് ആൻഡ് അവേഴ്സ് ഓഫ് ടൈം ഓഫ് അസ് ടോക്കിംഗ് ടു ഈച്ച് അതർ എക്സ്ഹോസ്റ്റഡ് ആൻഡ് സെയിങ് ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, ആരോടാണ് നമ്മൾ സംസാരിക്കുക, കൾച്ചറൽ മിനിസ്റ്ററോട് ലെറ്റർ എഴുതണോ, ചീഫ് മിനിസ്റ്ററിന് ലെറ്റർ എഴുതണോ, ഈ പറഞ്ഞ ഈ യൂണിയൻസിനോടൊന്നും കൂടെ സംസാരിച്ച് നോക്കണോ? വാട്ട് ഡു വി ഹാവ് ടു ഡു ടു പ്രൂവ് ദാറ്റ് നമ്മൾ ഇത്രയും വാല്യൂ സിനിമയിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ്? സോ വൈ ആർ യു ഡൂയിങ് ദിസ് ടു അസ്, യുനോ? ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫ്രസ്ട്രേഷൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ പോളിസി മേക്കിംഗ് എല്ലാം ഇപ്പോൾ 4.5 വർഷമായിട്ട് നമ്മൾ JHC റിപ്പോർട്ട് ഹാസ് ബീൻ പുഷ്ഡ് അണ്ടർ ദ കാർപ്പറ്റ്. അത് കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയോ വലിച്ച് പുറത്തേക്ക് ഇട്ടപ്പോഴത്തേക്കും വാട്ട് ഈസ് ഹാപ്പനിങ് നൗ? സൈലൻസ് അഗൈൻ, റൈറ്റ്? അപ്പോഴും പിന്നെയും ഈ സ്കെലറ്റൻസ് ക്ലോസറ്റിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരേണ്ട ജോലി ആരുടെ മേത്തായി? നമ്മുടെ മേത്ത് മാത്രമായി. ബിക്കോസ് ആവശ്യം നമ്മുടെ ആയി. അതുകൊണ്ട് സോ ഐ ഡോണ്ട് നോ, അലൈഷിപ്പ് സിനിമയിൽ കാണണമെങ്കിൽ ആ ഉദ്ദേശശുദ്ധി ഫിലിം മേക്കേഴ്സ് കാണിക്കണം അവരുടെ സിനിമയിൽ കാണുന്നത്. പക്ഷെ അത് അവരുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ കാണിക്കൂ പ്ലീസ്, നിങ്ങളുടെ ഉദ്ദേശം കാണിക്കൂ, ദിസ് ഇസ് ദേ ആർ ഷോയിങ് അസ് ഹൂ ദേ ആർ. അത് വിശ്വസിക്കുക. അറ്റ്ലീസ്റ്റ് അവർ ചെയ്യുന്ന ചെയ്തികൾ കണ്ട് പ്രേക്ഷകർ അവർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അതിൻ്റെ ആ ഒരു ഫേസ് വാല്യൂവിന് എടുക്കൂ എന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. പ്ലീസ് ലെറ്റ്സ് നോട്ട് ഗോ ബാക്ക് ടു എ ടൈം വെയർ വി ആർ ഡേഫൈങ് ആൻഡ് മേക്കിംഗ് പീപ്പിൾ ഇൻ ദി ഇൻഡസ്ട്രി ലൈക്ക് ഗോഡ്സ്, ബിക്കോസ് ദേ ആർ നോട്ട്. They are all as flawed as any one of us. And that doesn't mean punishment is the only way also, I want to say. Prevent ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഷേഴ്സ് കൊണ്ടുവരിക, സോ ദാറ്റ് വി ഡോണ്ട് ഹാവ് ടു ഗെറ്റ് ടു എ പോയിന്റ് ഓഫ് പണിഷ്മെൻറ്റ്, യുനോ. അതിനെപ്പറ്റി ചർച്ചകൾ നടക്കട്ടെ. ഇതിപ്പം ഞാനിത് പറയുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഈ വാളും പിടിച്ചിട്ട് എല്ലാവരെയോ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്നുള്ള പോലെയാണ്. ബ്രീത് ചെയ്യാനുള്ള പെർമിഷൻ മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അലൗ us to breathe and live as dignified a life as you are living. That's it. I started by saying അവൾ ചരിത്രം എഴുതുകയാണ് can be taken literally and figuratively. We've talked about the figurativeness of it, the journey. പക്ഷേ literally, I was talking to a member of WCC and she said she feels that the only way forward is if there are more producers, writers and directors emerging from WCC, so that at a very literal level y'all are the ones writing the stories and telling the stories that the industry is telling. പക്ഷേ അതിലും ഡിഫിക്കൽട്ടി ഉണ്ട്. ഞാൻ ഹിന്ദി സിനിമയിലെ പ്രൊഡ്യൂസേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഓൾ ദ വിമൻ സേ ഒരു വുമൺ പ്രൊഡ്യൂസറിനെ കാണുന്ന ഉടനെ ഫൈനാൻസിയേഴ്സ് വോണ്ട് ടു ഗിവ് ലെസ് മണി. സ്ത്രീകളുടെ കഥയാണെന്ന് പറഞ്ഞാൽ ഉടനെ ദേ വോണ്ട് ടു ഗിവ് ലെസ് മണി. എത്ര കമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടെങ്കിലും ആ കഥയിൽ, എത്ര വലിയ സ്റ്റാർ ഉണ്ടെങ്കിലും. സോ ദിസ് ഈസ് ലൈക്ക് ഇറ്റ്സ് എ ചിക്കൻ ആൻഡ് എഗ് സിറ്റുവേഷൻ. യെസ്, സ്ത്രീകൾ പ്രൊഡ്യൂസേഴ്സ് ആകണം, റൈറ്റേഴ്സ് ആകണം, ഡയറക്ടേഴ്സ് ആകണം. പക്ഷേ സ്ത്രീകൾക്ക് ഇതെല്ലാം ആകാനുള്ള അവസരം കിട്ടണമെങ്കിൽ അവരെ ബാധിക്കാൻ നിർത്തണം. പക്ഷെ അവർ നിർത്തുന്നില്ല. അതെങ്ങനെയാണ്? ഹൗ ഡു വി ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് സൈക്കിൾ? ഞാനൊരു ഇപ്പം റീസെൻ്റ്ലി നടന്നൊരു റൗണ്ട് ടേബിൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഓ വുമനിയ എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് പുറത്ത് വന്നു ഓർമാക്സിൻ്റെ. അതിൻ്റെ ഡേറ്റാസ് ചില കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഡേറ്റ പോയിൻറ്റ്സ് എടുത്തിട്ടുള്ളൊരു സ്റ്റഡിയാണ്. അതിൽ ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ, ബെഗ്ഡൽ ടെസ്റ്റും അവരുടെ തന്നെ ഓ വുമനിയ ടൂൾ കിറ്റ് ടെസ്റ്റൊക്കെ വെച്ചിട്ട്. സോ വാട്ട് ആർ ദ സൊല്യൂഷൻസ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സജഷൻ, ഈ ബോറിംഗ് ആയിട്ടുള്ള ഒരുപാട് പണിയുണ്ട്. അതായത് ഈ പോളിസി റിപ്പോർട്ട്സ് വായിക്കുക, ഞാൻ ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കുക, ഇതിലേക്കൊക്കെ കുറച്ചൊന്ന് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടല്ല കേട്ടോ, എനിക്ക് ഇൻട്രസ്റ്റ് ആക്കേണ്ടി വന്നതാണ്. സോ ഐ ഹാഡ് ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്. അതിലേക്ക് കുറച്ചും കൂടെ ആൾക്കാർ ആ ഒരു ഡിസ്കഷനിലേക്ക് വന്നാൽ അവെയർനെസ് ഉണ്ടാവും. ഈ പറയുന്ന വോക്കായിട്ടുള്ള ആൾക്കാർ, സോ ടു സ്പീക്ക്. There are obviously producers who don't want anything to change, okay? But we are not talking to them. So if they don't want to change, we are not talking to them. Second option is, ഒരുപാട് വലിയ പ്രൊഡക്ഷൻ ഹൗസസിന് ഇപ്പോൾ 5 സിനിമ ഒരു വർഷം എടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് പറയുന്നത് കേട്ടോ, ഞാൻ ആഗ്രഹങ്ങൾ പറഞ്ഞ് മതിയായി. എനിക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. 5 സിനിമ എടുക്കുന്നുണ്ടോ, അതിൽ ഒരു സിനിമ ക്യാൻ യു ബലിയാടായിട്ട് ട്രീറ്റ് ചെയ്യാവോ? ബലിയാടായിട്ട് ഞാൻ പറയുന്ന അവരുടെ കാഴ്ചപ്പാടിൽ അത് ബലിയാടായിരിക്കും. പക്ഷേ അതിൽ നിങ്ങളെല്ലാ ഇൻക്ലൂസിവിറ്റിയും കൊണ്ടുവരും. അതിൽ ട്രാൻസ്ജെൻഡർ റെപ്രസെൻറ്റേഷൻ, അതിൽ ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ, അതിൽ സ്ക്രിപ്റ്റിൻ്റെ വായിച്ച് നോക്കി ബെഗ്ഡൽ ടെസ്റ്റ് പ്രകാരം എല്ലാം ഉണ്ടോ എന്ന് നോക്കൂ. അതിന് വലിയ ഹൈ ബഡ്ജറ്റൊന്നും കൊടുക്കണ്ട. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യാതെ 5 സിനിമ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കീപ് ദ മണി അസൈഡ് ഫോർ 1 ഫിലിം ടു ബി ലൈക്ക് ദിസ്. അങ്ങനെ ഒരു 10 പ്രൊഡക്ഷൻ ഹൗസ് തീരുമാനിക്കുകയാണ്. അത്രയും
അങ്ങനത്തെ സിനിമകൾ വന്നു. സോ വി പോപ്പുലേറ്റ് an entire year with those films. And slowly but surely നമ്മളുടെ കാഴ്ചശീലങ്ങൾ മാറിക്കൊണ്ടുവരും. ഇനിയിപ്പോൾ അത്തരം പ്രൊഡക്ഷൻ പോയിട്ട് ഒരു ആനിമലൊക്കെ എടുക്കുവാണെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ ഐ എം ജസ്റ്റ് സേയിങ് ഓക്കെ ഫൈൻ, മേക്ക് യുവർ ആനിമൽ ബട്ട് ഓൾസോ മേക്ക് ദിസ്. സ്ത്രീകൾ ഒരു റൂമിൽ കയറുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു പ്രൊഡ്യൂസറായി പോകുന്നു, എൻ്റെ കൂടെ എൻ്റെ ഒരു പാർട്ട്ണർ മെയിൽ പ്രൊഡ്യൂസറാണ് പോകുന്നതെങ്കിൽ ചോദ്യങ്ങളെല്ലാം മെയിൽ പ്രൊഡ്യൂസേഴ്സിനോടാണ് ചോദിക്കപ്പെടുന്നത്. അത് തന്നെ. അതായത് ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ ബില്ല് കൊടുക്കാൻ പോകുമ്പം ഞാനായിരിക്കും ട്രീറ്റ് കൊടുക്കുന്നത്. പക്ഷെ നേരെ ബില്ല് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഞാനല്ല ചേട്ടാ, ഞാൻ പൈസ ഞാൻ ഉണ്ടാക്കാറുണ്ട്, എനിക്ക് കൊടുക്കാം. ഈ കാഴ്ചപ്പാട് മാറ്റാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഐ തിങ്ക് വി ക്യാൻ ഡു ഇറ്റ്. ബിക്കോസ് ഇപ്പം ഓൾറെഡി എൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഞാനത് ഓൾറെഡി ഐ ഹവ് പുട്ട് തിങ്സ് ഇൻ മോഷൻ ടു ബി ഏബിൾ ടു പ്രൊഡ്യൂസ് ആൻഡ് റൈറ്റ് ആൻഡ് ഡിറക്റ്റ്. ഒക്കെ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ WCC അംഗങ്ങൾ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് വാശിയാണ്. സ്ത്രീകൾ ചെയ്യട്ടെ. ലൈക്ക് ആൻഡ് അതിന് ഇനിയിപ്പോൾ നമ്മളൊരു ഗറില്ല വാർ ടെക്നിക്ക് ചെയ്തിട്ട് മുമ്പിലൊരു ആൺകുട്ടീനെ കൊണ്ട് വെക്കേണ്ടി വന്നാലും നമ്മൾ ചിലപ്പോൾ ചെയ്യും. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി വോണ്ട് ടു മേക്ക് എ ഫിലിം. പാർവതി എഴുതുന്നുണ്ട്. ഞാൻ എഴുതുന്നുണ്ട്. ഞാൻ ചരിത്രം മാത്രമല്ല, സിനിമയും എഴുതുന്നുണ്ട്. അപ്പോൾ എപ്പോഴായിരിക്കും അപ്പം പാർവതിക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് ആണോ അതോ വേറെ ഡയറക്ടർ ഉണ്ടോ? നോ, ഡയറക്റ്റ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ള എഴുതി ഡയറക്റ്റ് ചെയ്യാനുള്ള സ്ക്രിപ്റ്റിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും ഞാൻ എപ്പോഴും ആലോചിക്കും, ചിലപ്പോൾ കഴിഞ്ഞൊരു 7 വർഷത്തിൽ എനിക്ക് സിനിമയിൽ അഭിനയിച്ചിട്ട് മാത്രം ചെയ്താൽ മതി എന്നായിരുന്നു. പതുക്കെ എൻ്റെ ഉള്ളിൽ ആ ഒരു വിഷനോ അല്ലെങ്കിൽ ഒരു സിനിമ ഇതൊന്നും ഞാൻ ഈ ഒരു പേട്രിയാർക്കിയെ ബാറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ജെന്യുവൻ ആയിട്ട് ഐ വോണ്ട് ടു ബി എ ഡയറക്ടർ ആൻഡ് എ റൈറ്റർ ആൻഡ് ഐ വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്. ബട്ട് ഇറ്റ്സ് ബീൻ 4 years. മൈ ഫ്രണ്ട്സിനോ 4 വർഷമായിട്ട് ഞാൻ അതിൻ്റെ പിന്നിൽ നടക്കുകയാണ്. സോ ദെൻ പീപ്പിൾ ആർ ലൈക്ക്, പാർവതിയെ പോലൊരാൾക്ക് 4 വർഷം എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം ആലോചിച്ച് പോകും. വിച്ച് ഇസ് ട്രൂ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഗെറ്റ് ഇറ്റ് ഫണ്ടഡ്, ടു ഗെറ്റ് ഇറ്റ് മെയ്ഡ്. പക്ഷേ വി റോൾ വിത്ത് ദ പഞ്ചസ്. വി ഡോണ്ട് ഗിവ് അപ്പ്. വി ഡു ഇറ്റ്. So it's not the writer's block, it's actually these other struggles. That flows. അത് പേപ്പറിൽ വരുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പുട്ടിങ് എ പ്രോജക്റ്റ് ടുഗെദർ അല്ലെങ്കിലേ വലിയൊരു അതൊരു it's magic actually for me. It's to see people put a project together. Like-minded or not like-minded ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു സിനിമ ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് അത് ചെയ്ത് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ സ്റ്റിൽ ഫീൽ വെരി ആസ് മച്ച് ആസ് ഐ ഡിഡ് ഞാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള. പക്ഷെ അതിൽ നമ്മൾ ജെൻഡറിൻ്റെ ലെൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ഇത് 10 times മേ ബി ഈവൻ മോർ ഡിഫിക്കൾട്ട് ഫോർ എ വുമൻ ടു ഡു ദിസ്. ഒരു കാലത്ത് സ്ത്രീകൾ അവരുടെ പേര് കൊടുക്കാതെ വേറെ ഒരു പുരുഷൻ്റെ പേര് കൊടുത്തിട്ട് എഴുതണം എന്ന് അവരോട് പറയുമായിരുന്നു. ആ കാലം മാറി. പക്ഷേ ആസ് റീസെൻ്റ്ലി ആസ് എ ഹാരി പോട്ടർ സീരീസ് JK റോളിങ്ങിനോട് ഹാരി പോട്ടർ ഒരു ചെറുക്കനായിരിക്കണം പെണ്ണായിരിക്കല്ലേ, അത് ചെറുക്കനാണെങ്കിൽ സെൽ ബെറ്റർ എന്നൊക്കെ we've heard of all these stories. അങ്ങനത്തെ വല്ലതും പ്രഷർ വന്നിട്ടുണ്ടോ? ഇല്ല ആക്ച്വലി. പക്ഷേ ഞാൻ ചില റൈറ്റേഴ്സും ഡയറക്ടേഴ്സും സിനിമ ഇതെടുക്കുന്നുണ്ട്, ഇന്ന ആളുമായിട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ ഇന്ന ഹീറോൻ്റെ ഡേറ്റ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും അതൊന്ന് സ്ത്രീയായിട്ട് എഴുതിയാൽ ഐ എം ഫ്രീ, ഞാൻ വരാം എന്ന് പറയും. എനിക്ക് ഒരു നാണമില്ല, എനിക്ക് ഒരു നാണക്കേടുമില്ല അങ്ങനെ പോയി ചോദിക്കാൻ. അങ്ങനെ പല പ്രോജക്ട്സും അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അതായത് ഞാൻ പോയി അഭിനയിച്ചിട്ടില്ലെങ്കിലും ദേ ഹാവ് ചേഞ്ച് ദ മെയിൽ ലീഡ്. ഇപ്പോൾ ചില സമയത്ത് അത് ജെൻഡർ ആഗ്നോസ്റ്റിക് ആണ് കഥകൾ കേട്ടോ, ചില സിനിമകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ആഞ്ചലീന ജോലി അഭിനയിച്ച സിനിമ. അത് ടോം ക്രൂസിനെ മനസ്സിൽ വെച്ചിട്ട് എഴുതിയ സിനിമയായിരുന്നു. Finally something happened, it didn't work out and they wrote it into a woman and Angelina Jolie did the role and it was a brilliant film. So ചില റോൾസ് അങ്ങനെ പോസിബിൾ ആണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചാപ്പാക്കുരിശിൻ്റെ ഓഫർ ഹാഡ് കം. ഓക്കെ, എന്നെ സമീർ സാറുമായിട്ട് മീറ്റ് ചെയ്ത് വി ഡിസ്കസ്ഡ് ആൻഡ് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. പക്ഷേ ഐ വാസ് ലൈക്ക്, കെൻ ഐ പ്ലേ ഫഹദ്സ് റോൾ ഓർ വിനീത് ശ്രീനിവാസൻസ് റോൾ? ദാറ്റ് വാസ് സ്റ്റിൽ അന്നേ എൻ്റെ മനസ്സിൽ. ഇറ്റ് വാസ് അബൌട്ട് റോൾസ്, ഇറ്റ് വാസ് നോട്ട് അബൌട്ട് you know if it's a man or a woman. Our role arc was so beautiful. So I think at some point my directorial will come. I'm not, പണ്ടൊക്കെ എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു, ഇന്ന് ഈ വർഷം തന്നെ ചെയ്യണം. പിന്നെ നമ്മളുടെ മുമ്പിൽ കാണുന്ന ഒബ്സ്റ്റക്കിൾസിൻ്റെ വലിപ്പം നമ്മൾ അടുത്തെത്തുമ്പോഴേ അത് അറിയുള്ളൂ. സോ യു ഹാവ് ടു നിബിൾ അറ്റ് ഇറ്റ്, യു നോ, ആൻഡ് ദെൻ വിൽ സീ. ഓക്കെ, അവിടെ ഒരു ചോദ്യമുണ്ട്. ദുർഗ. ഓക്കെ, എന്നാ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. നമസ്കാരം, എൻ്റെ പേര് ശരത് എന്നാണ്. ഞാൻ കൊല്ലം SN കോളേജിലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ അധ്യാപകനാണ്. ഞങ്ങളുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ പൊളിറ്റിക്സ് ആൻഡ് സിനിമ എന്ന് പറയുന്ന പേപ്പറുകളൊക്കെ
വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് WCC ഒക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. WCC പോലെയുള്ള സംഘടനകൾ സിനിമയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലുള്ളവരെ ഒഴിവാക്കുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം പൊതുവെയുണ്ട്. അതിനെപ്പറ്റി ഒരു മറുപടി പറയൂ. ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ് മറുപടി. നമ്മൾ ചിലപ്പോൾ വളരെ എന്താ പറയുക ഫോർ ഫ്രണ്ട് ഇൻ ദ മീഡിയ കാണാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ കളക്റ്റീവിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് കളക്റ്റീവിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ് നോട്ട് ടു മാർക്കറ്റ് അവർ സെൽവ്സ്. ആൻഡ് കളക്റ്റീവ് ഇസ് നോട്ട് ജസ്റ്റ് മീ ആൻഡ് 3 other women, യുനോ. ഇതിനകത്ത് ഒരുപാട് പേരുണ്ട്. ആൻഡ് പല ആൾക്കാരും ഇപ്പോൾ ഒരു 56-60 പേരുടെ സ്ട്രെങ്ത്താണ് ഉള്ളതെന്ന് പറയാം. ഒരുപാട് പേര് ഇപ്പോഴും കളക്റ്റീവിൻ്റെ ഭാഗമാണ്, ഒഫീഷ്യൽ മെമ്പേഴ്സ് ആവാതെ. അതിന് കാരണമുണ്ട്. കാര്യം WCC അംഗമാണെന്ന് പറഞ്ഞതിന് ശേഷം ജോലി നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഐ ഫീൽ എനിക്ക് പ്രിവിലേജ് ഉണ്ട്, ജോലി നഷ്ടപ്പെട്ട വേറെ ജോലി എടുത്ത് പോകാനും അത്രയും സൗഹൃദങ്ങൾ എനിക്കുണ്ട്, ഫാമിലി സപ്പോർട്ട് എനിക്കുണ്ട്. അതൊന്നുമില്ലാതെ വേറെ ജോലിക്ക് പോയ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റും മേക്കപ്പ് ആർട്ടിസ്റ്റും എല്ലാവരും ഉണ്ട്. ആൻഡ് ദേ ആർ ഓൾ വെൽ വിത്തിൻ. കളക്റ്റീവിൻ്റെ വേറെ ഒരു വിഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പറയൂ, നമുക്കിത് നമ്മൾ അങ്ങനെയല്ല. ദാറ്റ്സ് നോട്ട് ദ വേ ടു ഡു ഇറ്റ്. ഓൾസോ ഐ ബിലീവ് ഇറ്റ്, ബിക്കോസ് ഞാനൊരു സർവൈവറാണ്. ഞാൻ ഹേമ കമ്മിറ്റിയിൽ പോയിട്ട് ഡിപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ആം ട്വിസ്റ്റ് ചെയ്തിട്ട് പാർവതിക്ക് ഇത് നടന്നിട്ടുണ്ടെങ്കിൽ പാർവതി ഇത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാവരും ഉണ്ട് കൂടെ നമ്മൾ ഐ തിങ്ക് ദാറ്റ് ഈസ് എ വെരി ബാഡ് വേ ടു ട്രീറ്റ് എ സർവൈവർ. ആദ്യം നമ്മൾ ചെയ്യേണ്ട അവരെ ഡിഗ്നിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിവിടെ ഉണ്ട്, നിങ്ങൾ നമ്മളിലേക്ക് ഒഫീഷ്യലായിട്ട് പറഞ്ഞാൽ വി വിൽ ബി ദെയർ ഫോർ യു. പക്ഷെ നമ്മൾ കേട്ടറിഞ്ഞ് അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു, വി ഡോണ്ട് ഡു ദാറ്റ്. ദാറ്റ്സ് ജസ്റ്റ് ദ വേ വി ഹാവ് വർക്ക്ഡ്. പക്ഷേ ദാറ്റ് ഈസ് ആക്ച്വലി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. വി ഹാവ് നോട്ട്, ഇൻഫാക്റ്റ് ആദ്യത്തെ 5-6 വർഷത്തിനുള്ളിൽ എൻ്റെ ഏറ്റവും വലിയ പഠനം അത് തന്നെയായിരുന്നു. കാര്യം ഈ പറഞ്ഞ പോലെ ഈ സെപ്പറേറ്റ് ചെയ്ത് നമ്മളെ ഓരോരോ ഐലൻഡാക്കി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മയോപ്പിക് വ്യൂ ഉണ്ടായിരുന്നു എനിക്ക് സിനിമയിലുള്ള സ്ത്രീകളെക്കുറിച്ച് തന്നെ. ഒരു പക്ഷേ ഞാനിതൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ട്രസസ് എന്നെ വിളിച്ചിട്ട് പാർവതി ഒന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കും, നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് പോയിക്കോട്ടെ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ വേണമെങ്കിൽ മറ്റുള്ള ആർട്ടിസ്റ്റിനോട് പറയാം, ജൂനിയർ ആർട്ടിസ്റ്റിനോട് പറയാം. ഒരു സെറ്റിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയും കോസ്റ്റ്യൂമിലുള്ള ഒരു അസിസ്റ്റൻറ്റും ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ചെയ്തൊരു സിനിമയിൽ ഓൺ ലൊക്കേഷൻ ആ കുട്ടിയെ ഹെറാസ് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ആ കുട്ടീനെ എൻ്റെ വാനിറ്റിയിൽ വിളിച്ചിട്ട് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമുക്ക് സംസാരിക്കാം, ഐ വിൽ ബി ദെയർ ഫോർ യു എന്ന് പറഞ്ഞു. അടുത്ത 4 ദിവസം ഞാൻ ആ കുട്ടീനെ അവിടെ കണ്ടിട്ടില്ല. ആൻഡ് അടുത്ത 4 ദിവസത്തിന് ശേഷം ആ കുട്ടി സെറ്റിൽ വന്നതിന് ശേഷം ഞാനുമായിട്ട് ഐ കോൺടാക്റ്റ് തന്നിട്ടില്ല. ഐ എം ടെല്ലിങ് യു, ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് ഇൻറ്റിമിഡേഷൻ ദാറ്റ് ഹാപ്പൻസ്. സോ ഒരു കമ്മ്യൂണിക്കേഷൻ ഫോം ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊരു കാരണമായിട്ടൊന്നും, ഇതൊരു വിശദീകരണമല്ല. ഐ എം സേയിങ് ദാറ്റ്സ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ്. Through my reporting, actually, I've gotten to know several women who are WCC members or supporters of WCC, attend meetings. അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ട് എന്നോട്, അവർ പുറത്ത് പറയുന്നില്ല, കാരണം അവർക്ക് പേടിയാണ്. ലൈക്ക് യു സെഡ്, ജോലി പോകും. Some of them also are more vulnerable. Socially, they are more vulnerable in various ways. And they've said that they've been given the freedom in WCC also, not to, if they don't want to say outside that they are WCC members. But I want to know, then are there people who accuse you, Rimma, Asha, Didi, Beena, and the few people who are at the forefront, Anjali, of trying to hog the limelight? Because actually it's the other way around. You are speaking because there are others who don't want to. But do you face this accusation? No, please take the limelight. We have it here, please take it and go. We want to sleep well at night and we are very tired. Already there is enough attention, but there is a very fine balance, right? This happened, ഞാൻ എൻ്റെ കരിയറിൽ ഇപ്പം ടേക്ക് ഓഫ്, ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വളരെ വിന്നിങ് സ്ട്രീക്കായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. സോ കളക്റ്റീവിൽ നിന്ന് ഞാൻ പഠിച്ച വേറൊരു കാര്യം കൂടിയാണ്, സമയമാവുമ്പം യു ഹാവ് ടു പാസ് ദ മൈക്ക്. അൺടിൽ ദെൻ യു ഹോൾഡ് ദ സ്റ്റേജ്, യു പുട്ട് യുവർ ഫുട്ട് ഇൻ ദ ഡോർ, യു കീപ് ദ ഡോർ ഓപ്പൺ. അൺടിൽ അത്രയും ഒപ്രസ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ വരുമ്പോൾ, അവർ നടന്നു പോകുമ്പം യു ഡോണ്ട് ഹാവ് ടു ലീഡ് ദ വേ, യു ജസ്റ്റ് ഹാവ് ടു സ്റ്റാൻഡ് ബാക്ക്.
അത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, പല വേദികളിലും WCC വിളിക്കുമ്പോൾ നമ്മളോട് പറയാറുണ്ട്, പാർവതിയോ റിമയോ വന്നാൽ മതി കേട്ടോ. ഐം ലൈക്ക്, എക്സ്ക്യൂസ് മീ, വാട്ട് അബൌട്ട് ദി അതർ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സ്? അല്ല, അത് നമ്മുടെ ഒരു TRPക്ക് വേണ്ടി അവസിലേക്ക് എന്നാൽ വേണ്ട, നമുക്ക് അവാർഡ് തരണ്ട, നമ്മളെ മാനിക്കണ്ട, ബിക്കോസ് ദാറ്റ്സ് അനദർ ക്ലാസസ്റ്റ് തിങ് ടു ഡു. സോ ദീസ് ആർ ഓൾ ബിഗ് എഡ്യൂക്കേഷൻ ഫോർ അസ് ഓൾസോ. സോ അങ്ങനെ ഒബ്വിയസ്ലി പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. പക്ഷേ വി ഹാവ് ടു പിക്ക് ആൻഡ് ചൂസ് വിച്ച് വൺ വി വോണ്ട് ടു ടോക്ക് അബൌട്ട് ആൻഡ് വിച്ച് വൺ വി ഡോണ്ട്. There was a question there where അല്ല, മൈക്ക് എവിടെയാണ്? നമ്മളെ WCCയുമായിട്ട് പാർവതിയും കൂട്ടുകാരികളും രംഗത്ത് വരുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹം അതിൻ്റെ കൂടെ നിന്നു എന്നൊരു ഫീലിംഗ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. ഒന്നും കൂടെ പറയൂ, ആ ലാസ്റ്റ് പറഞ്ഞ ലൈൻ ഐ കുഡ്ന്റ് ഹിയർ യു. WCCയുമായി നിങ്ങൾ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി വന്നപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ആ സ്ത്രീകളുടെ നിങ്ങളുടെ കൂട്ടായ്മയോടൊപ്പം നിന്നു. എന്നാൽ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് പ്രതീക്ഷിച്ച നിങ്ങൾ അമ്മ എന്ന് പേരിട്ട നിങ്ങളുടെ കൂട്ടായ്മ നിങ്ങളോട് വേണ്ടത്ര സഹഭാവം അനുഭാവം കാണിച്ചില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടോ? താങ്ക് യു സർ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ് കേട്ടോ. അതിനെപ്പറ്റി പറയുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ഒരു മനസ്സിലൊരു കുളിർമ തോന്നാറുണ്ട്. അമ്മാന്ന് തന്നെ പറയല്ലേ എന്ന് നിങ്ങൾ എല്ലാവരും എന്നോട് when I have to make that correction, it's like yes. See, ഇതൊരു ഒരു കൂട്ടായ്മേനെയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ബിക്കോസ് ഇതൊരു വലിയൊരു പഠനമായിരുന്നു സർ എനിക്കത്. AMMA ആണ്, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്. ഒരു അസോസിയേഷനാണ്, ഒരു ക്ലബ്ബല്ല, ഒരു കുടുംബമല്ല. ഓരോ തവണയും ഞാൻ അസോസിയേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ പോകുമ്പം പ്രോബ്ലംസ് ഉന്നയിക്കുമ്പോൾ, അത് വിട് പാർവതി, അത് നമ്മളൊരു കുടുംബമല്ലേ, നമ്മളിങ്ങനെ ഒത്തിരിച്ച് നമുക്ക് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സദ്യയൊക്കെ കഴിച്ചിങ്ങനെ പോവാം. പഞ്ചായത്തിലൊക്കെ പണ്ടൊക്കെ കണ്ടു വരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ്. അതായത് എല്ലാവരും അവരവർ തന്നെ തീരുമാനിക്കും ആരാണ് റൺ ചെയ്യുന്നത്, എന്നിട്ട് കൈപൊക്കി കാണിക്കാൻ പറയും. ലഞ്ചിന് എല്ലാവരും പോകുന്ന സമയത്താണ് അവരത് നടത്തും ചെയ്യുക, സോ ദാറ്റ് മാക്സിമം ആൾക്കാർ അതിനകത്ത് ഉണ്ടാവില്ല. ആൻഡ് സോ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊരു പ്രഹസനമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുകയോ ഒന്ന് ഇറങ്ങാൻ തോന്നും. അതാണ് ഞാൻ ചെയ്തത്. പ്രതീക്ഷ ഒരുപാട് ഉണ്ടായിരുന്നു തുടക്കത്തിൽ. കാര്യം ഈ പറഞ്ഞ ഇടവേള ബാബു അവരൊക്കെ ഞാൻ അസോസിയേഷനിൽ തുടങ്ങിയ സമയത്ത് ബാത്റൂം എന്ന് പറഞ്ഞ ബേസിക് സാനിറ്റേഷൻ നമ്മുടെ വർക്ക് പ്ലേസിൽ ഇല്ല എന്ന് പറഞ്ഞപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനൊരു പെറ്റീഷനൊക്കെ ഫയൽ ചെയ്ത് അത് അവർ സപ്പോർട്ട് ചെയ്യാൻ കാരണമുണ്ട്. വളരെ സീനിയർ ആയിട്ടുള്ള മെയിൽ ആക്ടേഴ്സിന് പ്രോസ്ട്രേറ്റ് പ്രോബ്ലംസ് ഉണ്ട്. ഈ ഇഷ്യൂസുള്ളപ്പോൾ നമുക്കും കൂടെ പ്രശ്നമുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് അവരതിലേക്ക് ജോയിൻ ചെയ്തത്, ആ പെറ്റീഷനിലേക്ക്. അതുവരെ അത് അവരെ ബുദ്ധിമുട്ടിക്കുന്നൊരു കാര്യമായിരുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയോ വർഷങ്ങളെടുത്ത് ബാത്റൂം പാർവതി എന്നുള്ള പേരൊക്കെ വന്ന് അങ്ങനെ പതുക്കെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ശരി എന്നാൽ പിന്നെ ഒരു ടോയ്ലറ്റൊക്കെ വെച്ച് കൊടുക്കാം, പോട്ടെ അങ്ങനെയെങ്കിലും മിണ്ടാതിരിക്കാം. ഇതൊക്കെ ചെയ്ത് വന്നപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു കോൺട്രാക്റ്റിൽ എനിക്ക് കിട്ടേണ്ട പൈസ കിട്ടാതെ പോകുമ്പോൾ പലപ്പോഴും അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ഇടപെട്ടിട്ട് എനിക്കതിൻ്റെ ബാക്കിയുള്ള പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പറയണമല്ലോ, അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയണം. അത് ഇതുള്ളത് കൊണ്ട് തന്നെ 2017 ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ എല്ലാവരുടെയും ലൈഫ് മാറ്റിമറിക്കുമ്പോൾ അതിലുള്ള പ്രൈം അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന ആക്ഷൻ, അവിടെയാണ് ഏറ്റവും വലിയ എനിക്ക് ആഘാതം ഏറ്റത്. ആ ചെയ്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ഇറ്റ് വാസ് എൻ ഈസി അണ്ടർസ്റ്റാൻഡിങ്. അതിനുശേഷം നമ്മളെ മനസ്സിലാക്കണം എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള ഒരു ഉദ്ദേശശുദ്ധി പോലും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് നമ്മൾ കോൺവേഴ്സ് ചെയ്തിട്ട് കാര്യമില്ല സർ. ദെൻ വി ഹാവ് ടു ലുക്ക് അറ്റ് പീപ്പിൾ ഹു വിൽ ആക്ച്വലി ബി ദെയർ ടു ബിൽഡ് എ ന്യൂ വേൾഡ് വിത്ത് അസ്. സോ ഐ ഡോണ്ട് തിങ്ക് ദേ ആർ ദ വൺസ് ടു ബിൽഡ്. അതിലുള്ള എല്ലാ മെമ്പേഴ്സിനെ പറ്റിയിട്ടും അല്ല ഞാൻ പറയുന്നത്, അന്ന് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനോടുള്ള വിമർശനം പോലും അല്ല. ഇറ്റ് ഈസ് എ ഫാക്ട് ഹൂ ദേ ആർ. ഈ രണ്ട് ചോദ്യത്തിൻ്റെ എനിക്കൊരു ഫോളോ അപ്പ് ഉണ്ട്. പാർവതി പറഞ്ഞായിരുന്നല്ലോ, യു റിയലൈസ്ഡ് യു ഹാവ് എ സർട്ടൻ പ്രിവിലേജ് ദാറ്റ് ദെർ ആർ അതർ വിമൻ ഇൻ ദി ഇൻഡസ്ട്രി ഹു ഡോണ്ട് നെസസറിലി ഹാവ്.
ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മെയിൽ സ്റ്റാർസ് മനസ്സിലാക്കുന്നുണ്ടോ ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ദറ്റ് യു ആർ ആസ്കിങ് ദം ടു ഡു. ദേ ഹാവ് മച്ച് മോർ പ്രിവിലേജ് ദൻ യു ആൻഡ് ടു പ്ലീസ് യൂസ് ദാറ്റ് പ്രിവിലേജ് to also stand by, and nobody is asking for a leadership, nobody is asking them to take the reins of WCC but be allies. അവർ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ അവർ AMMയുടെ അവർ വിക്ടിംസായിട്ടാണ് സംസാരിക്കുന്നത്, അവരെ വിക്ടിമൈസ് ചെയ്തിട്ടുള്ളതെന്ന് പോലെ തോന്നും. അവർ മനസ്സിലാക്കാത്തത് എന്താണ്, is there any conversation around that, why they are unable to understand that one is only asking them to use their privilege to stand by their female colleagues? ഇതിൽ രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാണ്. വൺ ഇസ് ഒരു ആന്ത്രോപോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ പിടിക്കാം, ഒരാളെ മനസ്സിലാക്കാൻ ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു എന്താ പറയുക ബിഹേവിയറൽ പാറ്റേൺ എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് പേട്രിയാർക്കി ഡസ് ഇസ്, ഒരു സ്ത്രീക്ക് ഒരു അവകാശം കിട്ടുന്ന രീതിയിൽ അത് പോവുകയാണെങ്കിൽ പേട്രിയാർക്കി ഈസ് ഓൾസോ ബാഡ് ഫോർ മെൻ, റൈറ്റ്? അവർ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളെ വിശ്വസിപ്പിക്കും ഇത് നിങ്ങൾക്കുള്ളത് നഷ്ടപ്പെടാനുള്ള പണിയാണ്, സോ സ്റ്റോപ്പ് ഇറ്റ്. സോ ദ കറക്ഷൻ ഇസ് because I can breathe doesn't mean I'm taking your oxygen. There is enough oxygen for everybody. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഇനിയിപ്പോൾ നമുക്കുള്ള സുഖസൗകര്യങ്ങളൊക്കെ പോവോ. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ വളരെ സ്റ്റോൺച്ച്ലി അഗേൻസ്റ്റ് വിമൻ ഗെറ്റിംഗ് മേക്കപ്പ് കാർഡ്സ്. സോ ഐ സെഡ് വൈ? ചേച്ചി നമ്മുടെ ജോലിയല്ലേ ചേച്ചി പോവുക. നമ്മളേക്ക് എവിടെ പോകുന്നു, എത്ര സിനിമ എടുക്കുന്നുണ്ട് ചെയ്യാം, നമ്മൾ മേക്കിംഗ് സോ മെനി ഫിലിംസ്. ഈസ് ലൈക്ക് നോ അത് വേണ്ട, ഹെയർ ഡ്രസ്സിങ് ചെയ്തോട്ടെ. നമ്മളെ പക്ഷേ ഹെയർ ഡ്രസ്സിങ്ങിനും ആണുങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ലേ? അല്ലല്ല അത് വേണ്ട, അത് കുഴപ്പമില്ല, അത് ഹെയർ ഡ്രസ്സിങ് ആയിക്കോട്ടെ. അപ്പോഴും അവരാണ് തീരുമാനിക്കുന്നതെന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. എൻടൈറ്റിൽമെൻറ്റ് ഇസ് വി ആർ ദ ഡിസിഷൻ മേക്കേഴ്സ് ഫോർ ഇറ്റ്. ഇത് ആണ് അവർക്ക് കിട്ടിയ നമ്മുടേത് പോകുന്നുള്ള ഭയം. രണ്ടാമത്തേത് ഇസ് പ്യോർലി നാർസിസിസ്റ്റിക്, യുനോ, ബിക്കോസ് ദേ എൻജോയ് ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പേട്രിയാർക്കി. അതില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കണം, എല്ലാവരും നല്ല വ്യക്തികളായിരിക്കും. അപ്പം വളരെ അധികം കംഫർട്ട് ലെവലിൽ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ എന്നോട് പറയുകയാണ്, പാർവതി യു ഷുഡ് റിലാക്സ്, യു ഷുഡ് സ്മൈൽ മോർ. ഐ എം ലൈക്ക് ഐ വിൽ, ഇഫ് യു ആർ ടു ഡു യുവർ ജോബ് ഐ തിങ്ക് ഐ വിൽ സ്മൈൽ മോർ, യു നോ, ബട്ട് യു ആർ നോട്ട്, സോ ഐ ആം സ്ട്രെസ്ഡ്. താങ്ക്സ്. സോ ആ നാർസിസിസം നമ്മൾ കണ്ടേ തീരൂ. ആൻഡ് ഐ തിങ്ക് ഒരു പീപ്പിളായിട്ട്, ഒരു സൊസൈറ്റി ആയിട്ട് നമ്മളൊരു വളരെ ഒരു ബ്രിങ്കിലാണ്. പക്ഷേ അതിലൊരു നഷ്ടവും കൂടെ ഉണ്ടല്ലോ. ഇപ്പം ഞാനും വളർന്ന് വന്നിട്ടുള്ള പല ഈ വലിയ നടന്മാരുടെയും സംവിധായകരുടെയും സിനിമ കണ്ടിട്ട് തന്നെയാണ്. ആ വിഗ്രഹങ്ങളൊക്കെ ഉടയുമ്പോൾ എനിക്കും വിഷമമുണ്ട്, നിങ്ങൾ കാണുന്ന അതേ വിഷമങ്ങളൊക്കെ എനിക്കും ഉണ്ട്. ബട്ട് ഐ തിങ്ക് കൾച്ചറലി നമുക്കൊക്കെ നന്നാവാനും ബെറ്റർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസാണ് ഈ ചോദ്യം ചോദിക്കുക. നമ്മൾ ഗവൺമെൻറ്റിനോട് ചോദിക്കുന്ന അതേപോലെ തന്നെ കൾച്ചറലി ഇത്രയും ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇത് തന്നെയാണ് ഞാൻ വേറൊരു സ്റ്റേജിൽ 7 വർഷം മുമ്പ് പറഞ്ഞിട്ട് എനിക്ക് നല്ല അത്യാവശ്യം ട്രോളിങ്ങും അറ്റാക്കൊക്കെ ഉണ്ടായത്. is that if you tell me that films have no influence on people, then you're living under a rock. From fashion to behavioral things to everything. That saying, if you like a certain kind of film, that says a lot about you also. So take responsibility for that. Okay, ഇവിടെ എങ്ങാണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ? ഒരു ചോദ്യം. സർ, ഐ തിങ്ക് മൈക്ക് പുറകിൽ അവിടെ എങ്ങാണ്ട് പുറത്താണ്. ഞാൻ ചോദ്യം ചോദിക്കാൻ തയ്യാറായിരുന്ന. Please raise your hand. I can't actually see. പറയൂ. നടൻ പ്രേംകുമാർ ഈയിടെ പറഞ്ഞു ടെലിവിഷൻ സീരിയലുകൾ നിരോധിക്കണമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് പാർവതിയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാണ്ട്. സോ സോറി, എന്താ അദ്ദേഹം പറഞ്ഞ? ടെലിവിഷൻ സീരിയൽസ് നിരോധിക്കണം. ഐ ഡോണ്ട് നോ വൈ, എന്ത് കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്നൊന്ന് പറയാമോ? അത് കുടുംബകലഹങ്ങൾ വർദ്ധിപ്പിക്കുന്നു, മനുഷ്യർ തമ്മിലുള്ള സ്പർദ്ധ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. സെൻസർഷിപ്പ്. ഞാൻ ഒരുപാട് സീരിയൽസ് കാണാറില്ല, പക്ഷേ കാവ്യാഞ്ജലി എന്ന് പറഞ്ഞൊരു സീരിയൽ എപ്പോഴെങ്കിലും വന്നത് ഓർമ്മയുണ്ടോ? കാവ്യാഞ്ജലിയിൽ ടൈറ്റിൽ സീക്വൻസിലാണ് ഞാൻ ആദ്യം അഭിനയിച്ചത്. ഐ റിമെമ്പർ ദാറ്റ്സ് മൈ വൺ കണക്ഷൻ ടു വാച്ചിങ്. പിന്നെ മായമ്മ കണ്ടിട്ടുണ്ട്. ഐ എം സേയിങ് ദാറ്റ് ദീസ് ആർ വെരി ഫ്യൂ. പിന്നെ കസോട്ടി ജിന്ദഗി കെ, കുറച്ച് കബി സാസ് ബി കബി ബഹു ഥി. കറക്റ്റാണ്, ഒരുപാട് പേട്രിയാർക്കൽ നോഷൻസ് പെർപെട്രേറ്റ് ചെയ്യുന്ന ഒരുപാട് സീരിയൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കറക്റ്റാണ്. ഐ ഡോണ്ട് നോ വാട്ട് സെൻസർഷിപ്പ് വിൽ ഡു ഫോർ ദാറ്റ്. സെൻസർഷിപ്പിനാണോ അവിടെ കാര്യം?
അതോ മോർ അവെയർനെസ് ആൻഡ് റെഗുലേഷൻ ഓഫ് സ്ക്രിപ്റ്റ്സ്, അത് വിത്തിൻ ഒരു യൂണിയൻ നടക്കേണ്ട കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു സീരിയലിൽ വളരെയധികം ഫ്രണ്ട് റോള് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ വേണം അതിന് ഒരു ആക്ഷൻ എടുക്കാൻ തോന്നുന്നു. ഐ തിങ്ക് ഫിലിമിൽ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്ന ഞാൻ അതിനൊരു തീരുമാനമോ ഒപ്പീനിയനോ പറയുന്നതിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഐ ഡോണ്ട് നോ ഇഫ് സെൻസർഷിപ്പ് ഇസ് ദ വേ ടു ഗോ അബൌട്ട് ഇറ്റ്. പക്ഷേ സെൻസർഷിപ്പ് ആണെങ്കിൽ തന്നെ വി ഹാവ് ഫിലിംസ് വെയർ എക്സ്ട്രീംലി വയലൻറ്റ് ഫിലിംസ് ആർ കമ്മിങ് ഔട്ട് ആൻഡ് ദേ ആർ നോട്ട് എക്സാക്ട്ലി സെൻസേർഡ്. സെൻസർഷിപ്പ് എന്നുള്ള ടോപ്പിക് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. സോ ഐ വുഡൻറ്റ് നോ ദി ആൻസർ സർ, സോറി. ഓക്കെ, ഇവിടെ യെസ് ഹിയർ. എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയാണ് ഈ ചോദ്യത്തിന്. കാരണം സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ സിനിമയെക്കുറിച്ച് നല്ല ബോധമുള്ള ഒരാളാണ്. ഇപ്പം എഴുത്തിലേക്കും ഡയറക്ഷനിലേക്കും വരുന്നു. എന്താണ് പാർവതി തിരുവോത്തിൻ്റെ സിനിമാ സങ്കല്പം? വളരെ നല്ല ചോദ്യം സർ, താങ്ക് യു. എനിക്ക് ആക്ച്വലി സിനിമ കാണുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആവാറുണ്ടായിരുന്നു സിനിമ കാണുമ്പോൾ. അതായത് ഈ പറഞ്ഞ കസോട്ടി ജിന്ദഗിയൊക്കെ കണ്ടിട്ട് അതിലത്തെ പ്രേരണയുടെയും അനുരാഗിൻ്റെയും മകൻ മരിച്ചപ്പോൾ അച്ഛനും അമ്മയും കാണാതെ ഞാൻ കിച്ചണിൽ പോയി പൊട്ടി കരഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് അത് എൻ്റെ മകൻ മരിച്ച പോലെ. എനിക്ക് 8ാം ക്ലാസ്സിലാണ് ഞാനപ്പോൾ. ദ ഫാക്ട് ഇസ്, ഒരു സൊസൈറ്റി എന്ന നിലയിൽ നമുക്ക് എംപതി സൃഷ്ടിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, അതിനൊരു ഭയങ്കര വലിയ വെപ്പൺ ഓർ ഒരു മെഷീനറിയാണ് സിനിമ. You watch it and you're feeling collectively with. We know they are acting. We know that they are performing. But within 10 minutes, you're moving with them, you're crying with them, you are falling in love with them. ആ പവർ അതൊരു മൈൻഡ് ട്രിക്കാണ്, ഒരു മൈൻഡ് ഗെയിമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പവറിനെ പറ്റി, അതിൻ്റെ നെഗറ്റീവ് പവേഴ്സിനെ പറ്റി ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കഥ പറഞ്ഞ് ഇത്തരം ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാനും സൃഷ്ടിക്കാനും എനിക്ക് പറ്റിയാൽ that is enough. And I don't know about the box office thing, but if I'm able to feel one person feel these feelings, എനിക്കിപ്പോഴും ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് ഒരു 10-200 പേരുണ്ട് സിനിമയിൽ. അപ്പം ഇൻസെപ്ഷൻ കണ്ടവർക്ക് അറിയാം അതിൻ്റെ ഒരു ഭയങ്കര എഡ്ജ് ഓഫ് ദ സീറ്റ് മൈൻഡ് ത്രില്ലറാണ്. കളക്റ്റീവ്ലി വി ആർ ഗാസ്പിങ്, ഒരുമിച്ച് കളക്റ്റീവ്ലി വി ആർ ലാഫിങ്. അത് ആക്ച്വലി ഒരു മരുന്നാണ് നമ്മുടെ സൊസൈറ്റിക്ക്. ഇപ്പോൾ പുസ്തകം വായിക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ തനിയെ ഒറ്റയ്ക്കാണല്ലോ വായിക്കുന്നത്, നമ്മളുടെ ഉള്ളിലാണ് ആ ലോകം. അതിൻ്റെ പവർ വേറെയാണ്. ഇപ്പം ഞാൻ വായിക്കുന്ന പുസ്തകമല്ല താങ്കൾ വായിക്കുന്നത്, ആ ലോകമേ അല്ല. അതുപോലെ അല്ല. പക്ഷെ സിനിമ കാണുമ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും, നുവാൻസസ് ഉണ്ടാവും. ആ പവർ ഹോൾഡ് ചെയ്യുന്ന ഒരു ഡാർക്ക് റൂമിൽ ഇരുന്നിട്ട് വി ആർ വില്ലിംഗ്ലി ഗിവിങ് ആർ അൺകോൺഷ്യസ്നെസ് ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പോൾ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ അരിപ്പയിലിട്ടിങ്ങനെ സിഫ്റ്റ് ചെയ്ത് and then I'm like, oh, this is what I want to give you, tell me how you think about it. ഒരു നടി എന്ന നിലയിലും എൻ്റെ സങ്കല്പം അതാണ് സർ. നടി എന്ന നിലയിലും ഞാൻ അഭിനയിക്കുന്ന സിനിമ നിങ്ങൾ പൈസ കൊടുത്തത് കാണാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ത്രൂ ഇമോഷൻസ്, ത്രൂ എംപതി, ത്രൂ ജഡ്ജ്മെൻറ്റ്. ഈവൻ യു ക്യാൻ ബി ലൈക്ക് ഉള്ളൊടുക്ക് കണ്ടിട്ട് വാസ് ലൈക്ക് ഈ അഞ്ചു എന്ത് ക്യാരക്ടർ. ഈവൻ ദാറ്റ്സ് എൻ എൻഗേജ്മെൻറ്റ്, യു നോ. സോ ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. താങ്ക് യു. ഒരു ചോദ്യം മാമിൻ്റെ ചർച്ചയിൽ പറഞ്ഞു, സാൾട്ടിനെ കുറിച്ച് പറഞ്ഞു, ആഞ്ചലീന ജോളിയുടെ സിനിമ. പക്ഷേ എനിക്ക് പറയാനുള്ളത് സിനിമയിലെ മാത്രമല്ല, പൊതുവിടത്തിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സിനിമ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഒരു അറിയപ്പെടുന്ന സിനിമാ താരം എന്ന നിലയ്ക്ക് അത് പിങ്കാണ്. എനിക്ക് കിട്ടാവുന്ന അവസരങ്ങളിൽ പൊതുവേദികളിൽ ഞാൻ പെൺകുട്ടികളോട് വിശേഷിച്ചും പറയാറുള്ളത് നിങ്ങൾ പിങ്ക് കാണുമെന്നാണ്. ആ പിങ്കിലെ അവസാനത്തെ വാചകം എന്നെ ഹോണ്ട് ചെയ്യാറുണ്ട്. അതായത് യുവർ ഓണർ ഷീ സെഡ് നോ. ആ നോ എന്നെ ഒരുപാട് കാലം, 2 പെൺകുട്ടികളുടെ അച്ഛൻ എന്ന നിലയിൽ എന്നെ ഒരുപാട് കാലം ഹോണ്ട് ചെയ്തിട്ടുണ്ട്. ആ പിങ്കിനെ കുറിച്ച് കൂടി പറയണം. Oh God, suddenly there's a lump in my throat. A no is a full sentence. A no is a full sentence. That's it. അത് സ്വയം പഠിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാൻ. ബിക്കോസ് നോ ഇപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് നോ ആണ്. അപ്പം വളരെ അടുത്തൊരു 3-4 ദിവസം മുമ്പ് ഒരു സംഭവം എന്നോട് ഒരാൾ ചോദിച്ചപ്പം ഇമ്മീഡിയറ്റ്ലി എൻ്റെ റെസ്പോൺസസ് ലൈക്ക്, അവരിത് ചോദിച്ചു, ഐ സെഡ് നോ. ആൻഡ് ഐ ആം ലൈക്ക്, ദാറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഐ സെഡ് നോ. അത് കഴിഞ്ഞിട്ട് സോറി പറഞ്ഞില്ല ഞാൻ. വാട്ട് എം ഐ സോറി അബൌട്ട്? Can I take your bag? No. Sorry. Why am I saying sorry? It's my bag. It's my body.
It's my opportunity, it's my breath. Why am I saying sorry? Can I kill you? No. Sorry, you can't kill me. Doesn't make sense. എനിക്ക് തോന്നുന്നത് അനിരുദ്ധ റോയ് ചൗധരി, സുജിത് സർക്കാർ ചേർന്ന് ഉണ്ടാക്കിയ പിങ്കിൻ്റെ ഇമ്പാക്റ്റ്, ആ സമയത്ത് എനിക്ക് ആ സിനിമ കാണാൻ പറ്റിയിരുന്നില്ല. കാലങ്ങളെടുത്തു എനിക്ക് ആ സിനിമ കാണാൻ. ബിക്കോസ് എനിക്ക് തോന്നി അത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ സിനിമയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. നോ ഇസ് എ ഫുൾ സെൻറ്റൻസ് എന്നുള്ളത് പെൺകുട്ടികളോട് മാത്രമല്ല, പുരുഷന്മാരും എല്ലാവരും പഠിക്കേണ്ടതാണ്. പെൺകുട്ടികളത് പറയുമ്പോൾ കേൾക്കാൻ മാത്രമല്ല, പുരുഷന്മാർക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. അതാണ് എൻ്റെ ബിഗ് ടേക്ക് അവേ. പക്ഷേ ഐ വോണ്ട് ടു ഗിവ് യു അനദർ സജഷൻ. അൺബിലീവബിൾ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സിലാണെന്ന് തോന്നുന്നു അതുള്ളത്. പ്ലീസ് അത് കാണണം. അതൊരു 8 എപ്പിസോഡ് ഉള്ളതാണ്. ഞാനത് കണ്ടിട്ട് എൻ്റെ ബ്രദറിന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, എനിക്ക് ജസ്റ്റിസ് കിട്ടിയ പോലെ തോന്നുന്നു ഈ സിനിമ കണ്ടിട്ട്. ദാറ്റ് ഈസ് ദ ഹീലിംഗ് പവർ സംടൈംസ്, യു നോ, വെൻ ദേ ടെൽ സ്റ്റോറീസ് ദാറ്റ് ഇത് നമുക്ക് നടന്ന പോലെയുള്ള കാര്യങ്ങളായിരിക്കും. ആൻഡ് അറ്റ്ലീസ്റ്റ് ഫിക്ഷണലി ഒരു ജസ്റ്റിസ് പോസിബിൾ ആണ് എന്ന് അറ്റ്ലീസ്റ്റ് കുറച്ച് കാലമെങ്കിലും ചിന്തിക്കാം എന്നുള്ള ഒരു ഇതുണ്ട്. കണ്ടു നോക്കും. I couldn't, I was frozen in my seat when I watched Unbelievable. I couldn't move. It was just so, it shook me up. And I'm sure there are men who will watch it and feel the same way. But as women, it was a little more because we've experienced being doubted constantly. So yes, please, I would also back that recommendation. Okay, now this is a very Delhi question. എൻ്റെ ഒരു പഞ്ചാബി കൂട്ടുകാരി പറഞ്ഞായിരുന്നു, മനോരഥകൾ ഉണ്ടാക്കിയപ്പോൾ അവൾ പറഞ്ഞു, this kind of show will come only out of Kerala. The kind of respect there is for the writer in Kerala, we don't see over here in the north. അത് എൻ്റെ കൂട്ടുകാരി പറഞ്ഞാണ്, അവൾ പഞ്ചാബിയാണ്, ഞാനല്ല. ഓക്കെ, പക്ഷേ I remember I'd come for the Kochi Biennale and I was walking around with N.S. Madhavan in that Fort Kochi, and the way people were stopping him for, you know, just to say hello and just greet him, show their respect. It's not something I'm accustomed to in Delhi. The writer, that respect for the writer. What is it? You know, we're talking about contradictions, and this is something I struggle with a lot as a person living outside but very proud of being Malayali also, the contradictions I see. But this is something I find so beautiful about Kerala, this respect for the writer. What does it say, though, for our society that we have that kind of respect, but we are not picking enough of the stories that are being told about women and women's allyships and women supporting women for our cinema? Like if I look at the top 10 box office successes from Malayalam cinema of the past year, and there is only 2 films that have a woman character at all. Forget about a great woman character, a woman character at all. So what is going on over here? We have the stories in Kerala. Why are we not telling them more in cinema? One is Atom, alle. One is Atom, the film, of the 2 films. Atom is amazing. I don't know what the second film is. Do you remember what the other film was? So Premalu is a film people keep citing. Yeah. I just find the writing of the woman in Premalu very problematic because she fizzles out towards the end, and ultimately it creates an impression that it's a film about a man and a woman, but it becomes about the man. So that's why I said they're not great women characters, but at least there is a woman character, as opposed to, say, Brahmayugam, where there is no woman character. That girl in the background is not a character. Yeah, she is an illusion. See, this is ഒരു കുറച്ചും കൂടെ ഒരു nuanced ആയിട്ട് ചിന്തിക്കേണ്ട ഒരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. There are films back to back ഒരു പ്രൊഡക്ഷൻ ഹൗസ്. ഞാനിവിടെ നോട്ട് ദ പോയിന്റ് ദാറ്റ് ഐ എം ലുക്കിംഗ് അറ്റ് എ പ്രൊഡക്ഷൻ ഹൗസ്. നമ്മളെപ്പോഴും വിചാരിക്കും ഒരു ഡയറക്ടർ എടുക്കുന്ന സിനിമ അല്ലെങ്കിൽ ഒരു റൈറ്റർ എടുക്കുന്ന സിനിമ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഫണ്ടിങ് ഇല്ലാതെ സിനിമ ഉണ്ടാവില്ല. ആൻഡ് ഇതിനു മുമ്പും വേർ ആർ ദ വിമൻ ഇൻ മലയാളം സിനിമ എന്ന് പറഞ്ഞ ചോദ്യം വന്നപ്പോഴും ഞാൻ പറയുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇഫ് ദർ ഇസ് എ പ്രൊഡക്ഷൻ ഹൗസ് ദാറ്റ് ഓൺലി മേക്സ് ഫിലിംസ് വിത്ത് ഓൺലി മെൻ, ദെൻ ദാറ്റ് ഇസ് ഷോയിങ് വെയർ ദേ സ്റ്റാൻഡ്. ഇതാണ് അവർക്ക് ചെയ്യേണ്ടത്, ഇതാണ് ദിസ് ഇസ് ഹൂ ദേ ആർ. അപ്പം വി ഹാവ് ടു ജസ്റ്റ് ബിലീവ് ദം. അവിടെ ആലൈഷിപ്പ് എന്നോ അവിടെ മാറ്റം വരുത്തണമെന്നോ നമ്മളുടെ കണ്ടുവരുന്ന നമ്മുടെ കാഴ്ചയുടെ ഗ്രാമർ മാറ്റണം എന്നുള്ളൊരു ഉദ്ദേശം അവർക്കില്ല. പക്ഷേ മലയാളം സിനിമയിൽ ഇപ്പോൾ ഈ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ ഐ പേഴ്സണലി ഇഫ് യു ആസ്ക് മീ ഇറ്റ്സ് എ ഫിലിം ഐ റിയലി എൻജോയ്ഡ്. ഐ കനോട്ട് ക്വൈറ്റ് കൺസീവ് the film having many women characters also, but at the same time ഒരു ആട്ടം came like that, അല്ലെങ്കിൽ ഒരു ഉള്ളൊഴുക്ക് came
വിത്ത് 2 women in the lead. 8 വർഷം എടുത്ത് ക്രിസ്റ്റോൺ ആ സിനിമ എടുക്കാൻ, 4 വർഷം എടുത്ത് സിനിമ റിലീസാക്കാൻ, അതൊക്കെ ഉണ്ടെങ്കിലും I feel like the question needs to go to the production house saying that ഇത്രയും റൈറ്റേഴ്സ് ഉണ്ടാവുമ്പോൾ, ഇത്രയും മെയിൽ ഗേസിനെ അവർ തന്നെ സബ്വേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന റൈറ്റേഴ്സ് ഉണ്ടാകുമ്പം, ഫോർ എക്സാമ്പിൾ ഒരു സിനിമ എനിക്ക് പറയാനുള്ള വൈറസാണ്. വൈറസ് എന്ന് പറഞ്ഞ സിനിമ നിപ്പ ഇതിൻ്റെ ഇത് നടക്കുന്ന സമയത്ത് റിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഇൻവോൾവ് ചെയ്തിട്ട് സിനിമ എടുത്തിരിക്കുന്നു. ഇപ്പം ഞാൻ ചെയ്ത ക്യാരക്ടർ അനു എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറിൻ്റെ ക്യാരക്ടർ റിയൽ ക്യാരക്ടറാണ്. സോ ദേ പോപ്പുലേറ്റ് ഇനഫ് വിമൻ ഓൾസോ ഇൻ ദെയർ. എവിടെ നിന്നാണ് നമ്മൾ ടോക്കണിസ്റ്റിക് ആവുന്നത് എന്നുള്ളതാണ്. Frankly, I don't mind tokenism at this point. I mean, I criticize tokenism. I'm like, but at least that. I'm not okay with breadcrumbing. പക്ഷേ ടോക്കണിസം ആയിരിക്കാം നമ്മുടെ കവാടം കയറാനായിട്ട്, so that we can create more characters. This I agree is a contradiction, is that we love our writers. I want to take a moment and say, നമുക്കൊരു വലിയ നഷ്ടമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. MT സാറിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ഇസ് ക്വാണ്ടിഫയബിൾ അല്ല. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ലക്കിയാണ്. അശ്വ ചേച്ചി സിനിമ എടുക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, കാഴ്ച എന്ന് പറഞ്ഞ ഇതാണ്, എല്ലാം ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുത്തു ചാടി പറഞ്ഞു, ശ്യാം സാറിനോട് ചോദിക്കുമോ, ശ്യാം സാറിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക്. കാര്യം എനിക്ക് ശ്യാം സാറിനോട് ഇതുവരെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ 9 ദിവസം കൊണ്ട് ആ സിനിമ എടുത്തത് എനിക്ക് സുധയായി ജീവിക്കാൻ പറ്റിയെന്നുള്ളതും, ആ കഥാപാത്രം കാഴ്ച എന്ന് പറഞ്ഞ് ചെറുകഥയിൽ എഴുതുന്നതിനേക്കാളും കുറേയും കൂടെ നുവാൻസസ് ആഡ് ചെയ്ത് MT സാറും ശ്യാം സാറും കൂടെയാണ് അതിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു അപ്പം ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞ സിനിമയാവാം, അല്ലെങ്കിൽ പിന്നെ ഈവൻ മൂവിങ് അവേ ഫ്രം MT സർ, ഈവൻ KG ജോർജിൻ്റെ ഫിലിംസിൽ പണ്ടത്തുള്ള പോലെ ആണെങ്കിലും ആ റെപ്രസെൻറ്റേഷൻ പോലും നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. എസ്പെഷ്യലി കൾച്ചറലി ഇത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടും വോളറ്റൈലായും ഫെർട്ടൈലുമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളത് ആക്റ്റീവ്ലി ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ ഭയങ്കര വലിയൊരു ഫെയിലിയറാണ് നമ്മളുടെ ഈ ഒരു ടൈം ദാറ്റ് വി ആർ ലിവിങ് ഇൻ നമ്മൾ ചെയ്യുന്നത്. അപ്പം വി ഹാവ് ടു കോൾ ഔട്ട്, വി ഹാവ് ടു ആസ്ക്, ബട്ട് ദാറ്റ് ഇസ് നോട്ട് ടു സേ യു കാൺ മേക്ക് വാട്ട് യു വോണ്ട് ടു മേക്ക്. പ്ലീസ് ഗോ ഹെഡ് ആൻഡ് മേക്ക് വാട്ട് യു വോണ്ട് ടു മേക്ക്. ബട്ട് ഡോണ്ട് യു തിങ്ക് നിങ്ങൾക്കുള്ള ഇത്രയും പവർ യൂസ് ചെയ്തിട്ട് യു ക്യാൻ ഓൾസോ ഡു ദിസ്. പക്ഷേ ഇവിടെയാണ് വൈ ദ നുവാൻസ് കംസ്. ഓഡിയൻസിൻ്റെ പവർ ക്യാൻ നോട്ട് ബി എംഫസൈസ്ഡ് ഇനഫ്. എവിടെ ഞാൻ ചെന്നാലും ഞാൻ പറയുന്ന കാര്യമാണ്, മലയാളി ഓഡിയൻസിൻ്റെ അടുത്ത് യു ക്യാൻ നോട്ട് ബുൾഷിറ്റ് ദം. യു ജസ്റ്റ് ക്യാനോട്ട്. ആൻഡ് യു ക്യാൻ ഡു എ ഗ്രേറ്റ് ഫിലിം ആൻഡ് യു ക്യാൻ ബി എ സൂപ്പർ സ്റ്റാർ ആൻഡ് ദേ വിൽ ലൈക്ക് യു. പക്ഷേ ഇഫ് യു ഡു എ റിയലി ബാഡ് ഫിലിം ആൻഡ് യു എക്സ്പെക്ട് ദം ടു ലൈക്ക് യു, ദേ വിൽ ടെൽ യു. They will clearly tell you, boss, that was not cool. So we are lucky that way, that we have the writers. ഞാൻ ഇപ്പോഴും തെലുഗു ഫിലിമിലൊക്കെ നോക്കുമ്പോൾ ഞാനിങ്ങനെ പോസ്റ്റർ ഇങ്ങനെ സൂം ഇൻ ചെയ്യും. Nothing will be there. Sometimes director's name also won't be there. Only the actor and the production house will be there. So I feel like we are lucky to have that. It is not milked enough, in my opinion. Share your grouse. There is a question over here. Do you have a mic? Yes, hi. Okay, yeah. അന്നയോടാണ് ചോദ്യം. കട്ട മലയാളത്തിൽ ചോദിക്കല്ലേ, മനസ്സിലാകത്തില്ല. ഒന്നുമില്ല, ചോദ്യമല്ല, ഒരു ക്യൂരിയോസിറ്റിയാണ്. അന്നയുടെ ഷോള് കാണുമ്പോൾ PLO നേതാവ് യാസർ അറഫാത്തിൻ്റെ ഐക്യരാഷ്ട്ര പ്രവേശം ഓർമ്മ വരുന്നുണ്ട്. അത് ധരിച്ചതിലൂടെ എന്തെങ്കിലും സന്ദേശം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കെഫി ഇട്ടുകൊണ്ട് വന്നത്. എനിക്കറിയാം, ഞാൻ ഡൽഹിയിൽ ഇതിട്ട കുറച്ച് ഐ കുഡ് ഫേസ് വയലൻസ്. പക്ഷെ ഞാൻ ഡൽഹിയിലും ഇത് ധരിച്ചുകൊണ്ട് വല്ലയിടത്തും പോകും തീർച്ചയായിട്ട്. പക്ഷേ ഇവിടെ എൻ്റെ കേരളത്തിൽ നമ്മുടെ മലയാളികളുടെ ഇടയ്ക്ക് ഐ ഓൾസോ ഫെൽറ്റ് സേഫ്. സോ ഐ തോട്ട് ദിസ് ദ ഫസ്റ്റ് ടൈം ഐ എം വെയറിങ് ഇറ്റ്. ഞാൻ ഇവിടെ വയനാട് സാഹിത്യോത്സവത്തിൽ ഇത് ധരിക്കാം. In my mind, I don't want to take too much space away from Parvathy because I am the moderator, but I have a lot of clarity in my mind. It's Christmas season and we cannot celebrate Christmas without remembering that Jesus was a Palestinian Jew. He was a brown man like you and me. He was not a European white, the way white European artists have shown him. And this appropriation of Christianity
by white Europe is suiting the Sangha narrative here in India also. കേരളത്തിൽ ചിലപ്പം നിങ്ങൾ ഇത് അനുഭവിക്കത്തില്ലായിരിക്കും, പക്ഷേ ഡൽഹിയിൽ ഞാൻ ചെറുപ്രായം തുടങ്ങി ഇത് അനുഭവിച്ചിട്ടുണ്ട്. നീ ക്രിസ്ത്യാനി എന്നാൽ നീ ഇംഗ്ലീഷായിരിക്കും വീട്ടിൽ സംസാരിക്കുന്നത്, ഇംഗ്ലീഷായിരിക്കും നിൻ്റെ മാതൃഭാഷ. നിൻ്റെ അമ്മ എങ്ങനെയാണ് സാരി ഇട്ടുകൊണ്ട് കല്യാണം കഴിച്ചത്, അവർ ഗൗൺ ഇട്ടുകൊണ്ടല്ലേ കെട്ടിയത്? ഇങ്ങനത്തെ ചോദ്യങ്ങളാണ്. അവർ സത്യമായിട്ടും അവിടുത്തെ ആളുകൾ, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ വലിയ സ്നേഹമാണ്, പക്ഷേ ആളുകൾ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ബിക്കോസ് ഈ പ്രോപ്പഗാൻഡ ഹാസ് സെറ്റ് ഇൻ. ദേ തിങ്ക് ദറ്റ് ക്രിസ്ത്യാനിറ്റി is a religion that came from Europeans. So wearing this is support for the Palestinian people. There's no question about it. That genocide has to end. But like Parvathy was saying, an end to patriarchy doesn't benefit just women, it benefits men. In the same way, an end to that genocide, freedom for Palestine, all of that is going to end up dismantling so many capitalist structures across the world that have encouraged and supported and maintained white supremacism. And so ultimately our fight for Palestine will, anybody standing up for Palestine, you're standing up not just for the Palestinian people but for all humanity. Thank you so much for asking me that question. Now a question for Parvathy. Hi Parvathy. Hi. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പാർവതി പറഞ്ഞതുപോലെ ഒരു മൂവി യു ഗെറ്റ് റിയലി ഇൻഫ്ലുവൻസ്ഡ്. ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ ഒരു 2 ദിവസം അതിൻ്റെ ഹാങ് ഓവറിലായിരിക്കും. ഓർ യു വാച്ച് എ ബ്യൂട്ടിഫുൾ ബുക്ക്, യു ആർ ഇൻ ദ ഹാങ് ഓവർ ഓഫ് ദാറ്റ് ബുക്ക് ഫോർ 2 days. സോ അപ്പം ഈ മൂവിയുടെ ഇൻഫ്ലുവൻസ്, ഡു യു തിങ്ക് വിമൻ ഡ്രൈവ് പാട്രിയാർക്കി? ബിക്കോസ് കുറേ റോൾസ് നമ്മൾ കാണുന്ന ഒരുമാതിരി സീരിയൽസും മൂവീസിലും ഒക്കെ അമ്മായിയപ്പ പോര്, അമ്മായിയമ്മ മരുമകൾ പോര്, അല്ലെങ്കിൽ വിമൻ ആർ പുള്ളിങ് ഡൗൺ ഈച്ച് അതർ. പക്ഷേ നിങ്ങൾ ഇവിടെ ഇത്തരം ഡിസ്കഷനിൽ ഐ ഹാവ് നെവർ ഫേസ് ദാറ്റ്. ലൈക്ക് ഐ ഹവ് ഓൾവേസ് വർക്ക്ഡ് ഓർ ലിവ്ഡ് വിത്ത് വിമൻ ഹൂ സപ്പോർട്ട് ഈച്ച് അതർ. So how can we reach a level where a woman can say, no, this is not the reality, I do not want to play a role where I am uplifting or I am rooting for patriarchy? What's your name? Mahima. Hi. Mahima, can I just add, because Parvathy, you said there aren't enough of allyships. I have to say my life is filled with allyships from women. And surviving the past 10 years particularly has been difficult in this political time, but it's like the network of women in media India, an organization that I'm part of, which operates somewhat like you guys, except that we're not registered. It's my women friends. There are just so many. I'm like you. My life is filled with women who are supporting me. And so I have never understood this business of that people claim that women are always pulling women down. It is not a reflection of reality. It is what they want us to believe. I do have a bit of disagreement in terms of just you saying it's not the reality. But I am with you because I have that experience. Annekkulla poleyum Mahimekkulla poleyum, if I understand right, you also said that you also have good support from women around and all, alle adalla parnu. Eniki I have friends who have been pulled down by women, so to speak. So they can't trust another woman. Eniki thanne kaalangal edukendi vannu enne ennu trust cheyyana avaru. So I can't take away that from them. No, that has been there. Growing up, അവരുടെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ അവരുടെ അമ്മയായിരുന്നു. Doesn't make sense to me when they say that my mother was jealous of my success, my mother was jealous of the fact that എനിക്ക് കല്യാണം കഴിഞ്ഞ് ഇത്രയും ഫ്രീഡം ഉണ്ടായിരുന്നു. So the fact that I may have trigger and care warning everyone that some of the things I say might be very difficult, that when I terminated my pregnancy, my mother was like, okay, at least you're now humbled. These are all like, I don't know how you can come back from that kind of a thing. To have friends who are constantly jealous of you, but they are with you, but they're jealous of you, and you can feel it in your skin, but you can't say anything because അവരത് പ്രകടമായിട്ട് അത് കാണിക്കുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ സ്കിന്നിനകത്ത് ഇങ്ങനെ ഒരു വഴുക്കൽ പോലെ ഫീൽ ചെയ്യണ കാര്യങ്ങൾ പലവർക്കും അണ്ടർഗോ ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ ഡിസൈഡ് ചെയ്യാണ്, ഓ ഐ എം നോട്ട് ഗോയിങ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് കൈൻഡ് ഓഫ് എ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളത് ഭയങ്കര പ്രോബ്ലമാറ്റിക്കും കോംപ്ലിക്കേറ്റഡും ഡിസിഷനാണ്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ബീങ് ആൻ ആക്ടർ ഇസ് എ ജോബ്.
You need to have enough money to be able to say, I shouldn't say that. It's called a dash you money to have, you know. For to say that, I can actually wait for a better one. I have that, so I can do that. They have to get work to put food on the table, to pay off the loans. My character Samira from Takeoff is the best example to give. She can't not go to Mosul. War-torn aayittulla Mosul is better than being in Kerala where nurses are not paid. So imagine the choices that women have, right? So it's a little problematic, and it's not a one answer that solves everything. What is important though, I think, is that we have to have conversations. And we have to be better listeners. I am saying not just as women, but also as men. If ennodu Mahima idu parayumbam alla Mahima angane alla, actually satyadalla, I hate women because women are like this. I'm already closed off. But now I am saying, I trust you. I trust you when you say you have really great support. But you know, Mahima, you also have to trust me when I say that's not my experience. Now we have created a space to have a conversation and maybe not even find the answer. Regulating our own conversations, investment, we might get somewhere, especially women, because we want to be believed, we want to be related to. At the end of the day, we want to be seen, we want to be believed. And when you say this, Mahima, I believe you, right? But I would like for you to pass that on to another woman also. When they say that, you know, I can't, I like you, but I feel like you might betray me anytime. This is a monster which is patriarchy, which has always been there to make sure that we are submissive, that we are kept under wraps, to benefit whom I still don't know, because men are suffering too in their own ways. So let's see. Thank you so much for all the questions. Now I am getting hints from Leena that it's time for us to wrap up. Parvathy, this has been such a wonderful session, and you've been an amazing audience. Thank you for tolerating my Malayalam. And you are just, I just want to say that you as an individual and the Women in Cinema Collective as an organization, you cannot possibly imagine what change you are bringing, because it goes beyond what policies will be changed in Kerala or the HEMA committee report. The fact that you exist, like you said, you know, sticking around is in itself a resistance. The fact that you exist is so inspiring. And I have spoken to women from other film industries across the country. You cannot imagine what strength you are giving them. Maybe it won't show up now. Maybe it'll show up 10 years from now. But I know what you are doing for me. So thank you so much for that. Thank you so much, Anna. Thank you. Thank you.